ഹലോ, ഗുഡ് ഈവനിങ്. നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം അല്ലേ? ഇന്നത്തെ എല്ലാവരും എന്തായിരുന്നു ഉഷാറായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ എന്താണ് സോഷ്യൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഫസ്റ്റ് യൂണിറ്റിലെ എത്ര മീൻസ് കൾച്ചർ, ഫാമിലി അങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്താക്കി കവർ ചെയ്തില്ലേ? നിങ്ങൾ സ്ക്രീൻ വിസിബിൾ അല്ലേ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കും ചാറ്റ് ബോക്സിൽ. വിസിബിൾ ആണ് സർ. ഓക്കെ ഗുഡ്. തുടങ്ങാം അല്ലേ? എല്ലാവരും എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തായി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എടുത്തിട്ടുള്ള എന്താണ് ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫാമിലി, കൾച്ചർ അങ്ങനെ തുടങ്ങിയുള്ള ടോപ്പിക്സ് ഒക്കെ എന്തായിട്ടുണ്ട്? നമ്മൾ കാസ്റ്റ്, ക്ലാൻ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നോംസ്, നീഡ് ആൻഡ് സോഷ്യലൈസേഷൻ അല്ലെ, അങ്ങനെ 3 എന്താണ് ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായിരിക്കാം, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ. നോംസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എന്തായിരിക്കും നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ആരെങ്കിലും അറിയോ? നോംസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? മീൻസ് നമ്മളെല്ലാരും ചെയ്യുന്ന കാര്യം തന്നെ അല്ലേ? അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബിഹേവിയേഴ്സ്, ആറ്റിറ്റ്യൂഡ്സ്. ഗുഡ്. ആറ്റിറ്റ്യൂഡ്സ്, ബിഹേവിയേഴ്സ് എങ്ങനെ ആയിരിക്കണം, നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെ നോംസ് എന്ന് പറയുന്നത്. എന്താണ് നോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഡു ആൻഡ് ഡോൺസ് അല്ലെ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് സൊസൈറ്റി എന്താക്കുന്നത്, എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് എന്താ ടൈപ്സ് ഓഫ് നോംസ് ഉണ്ട്, അപ്പൊ അതിലോട്ട് നോക്കാം. നോംസ് ആർ സോഷ്യൽ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ അല്ലെ. എന്താണ് നമ്മൾ സൊസൈറ്റിയുടെ എന്താണ് എക്സ്പെക്ടേഷനിലുള്ള ഒരു ഗൈഡ് ഓഫ് ബിഹേവിയർ അല്ലെ. നമ്മൾ എങ്ങനെയൊക്കെ എന്താണ് സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലെ, സോഷ്യലി അക്സെപ്റ്റബിൾ ആണത്. അതേമാതിരി എന്താണ് അതിനെ കുറിച്ചാണ് എന്താണ് ഇപ്പം പറഞ്ഞ കാര്യം, എന്താണ് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നമ്മുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറയുന്നതാണ് നോംസ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നിൽക്കണം, അത്തരം കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യണം, അതിനെക്കുറിച്ച് എന്താണ് സൊസൈറ്റി നമുക്ക് എന്താക്കിയിട്ടുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് എന്താണ് നമ്മൾ നോംസ് എന്ന് പറയുന്നത് അല്ലെ. നോംസ് എന്താണ് പൊതുവെ എന്താണ് ഇൻഫോർമൽ ഗൈഡ് ലൈൻസ് ആവും അല്ലെ. നോംസ് പൊതുവെ ഇൻഫോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. എന്താണ് ഫോർമൽ ആയിട്ടും വരും, എഴുതി വെക്കപ്പെട്ടുള്ള സാധനങ്ങളും ഉണ്ടാവും. പക്ഷെ എന്താണ് നോംസ് പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് അറിയാം, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ നിൽക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ളതാണ്. എന്താണ് അപ്പൊ നമുക്ക് എന്താ നോംസ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ എന്തൊക്കെ ഒരു സൊസൈറ്റിയിലെ മനുഷ്യൻ എന്ന ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ, അംഗം എന്ന നിലയിൽ ആ സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ എവിടെ സ്ഥലത്ത് പോയി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് എന്താണ് നോംസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താട്ടോ നമുക്ക് ടൈപ്സ് ഓഫ് നോംസിലോട്ട് പോകാം അല്ലെ. ടൈപ്സ് ഓഫ് നോംസിലോട്ട് വരുമ്പോൾ എന്താണ് ടൈപ്സ് ഓഫ് നോംസിനെ എങ്ങനെയൊക്കെ തരംതിരിക്കാൻ പറ്റും നമുക്ക്? പ്രിസ്ക്രിപ്റ്റീവ് നോംസ്. എന്താ പ്രിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരിക്കും പ്രിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നാണ് പ്രിസ്ക്രിപ്റ്റീവ് നോംസ് പറയുന്നത്. എന്താണ് പ്രിസ്ക്രിപ്റ്റീവ് നോംസ്? ബിഹേവിയേഴ്സ് ദാറ്റ് റോൾ പ്ലേയേഴ്സ് ആർ എക്സ്പെക്ടഡ് ടു പെർഫോം അല്ലെ. സൊസൈറ്റിയിൽ എന്താണ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം അല്ലെ. സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയാ. അതായത് നമ്മൾ പറയൂലേ, ഞാൻ എന്താ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്, ഡോക്ടർ നമുക്ക് ഇത് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരില്ലേ, ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ആക്കുക എന്നൊക്കെ. എന്താണ് നമ്മളെ എക്സ്പെക്ടേഷൻ, എന്താണ് നമ്മൾ എന്താവണം അത് ചെയ്യണമെന്ന് സൊസൈറ്റി, നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അല്ലെ. എന്താണ് എക്സാമ്പിൾ എന്ത് പറയാം, നമ്മളിപ്പോ ഒരു എക്സാമ്പിള്, നമ്മളൊരു ഫിലിം കാണാൻ പോയി അവിടെ ക്യൂ നിൽക്കണം, ടിക്കറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായും ആൾക്കാരൊക്കെ പോയിട്ട് അവിടെ ഒരു അതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പോയിട്ട് ഇങ്ങനെ തിക്കും തിരക്കും ബഹളവും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ എല്ലാവരും കൂടിയും പോയി കഴിഞ്ഞിട്ട് വരാം. നമ്മൾ എന്താവും പ്രോപ്പറായിട്ട് അവിടെ ഒരു ഇതുണ്ട്, അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട സാധനമുണ്ട്. എന്തായിരിക്കും നമ്മൾ
നല്ല എന്താണ് എല്ലാവരും ക്യൂ നിന്നുകൊണ്ട് ടിക്കറ്റ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അല്ലെ. സൊസൈറ്റി ലൈനിൽ നിന്നുകൊണ്ട് വാങ്ങുക, അതാണ് സൊസൈറ്റി. അവിടെ എന്താണ് നമുക്ക് സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ അങ്ങനെ നമ്മുടെ ഒരു ഇടയിലുള്ള എക്സ്പെക്ടേഷൻ അങ്ങനെ അല്ലാതെ നമ്മൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ ലൈനൊക്കെ തെറ്റിച്ച് ഇടയിൽ കയറി വന്ന് ഇങ്ങനെ എന്താണ് എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ കുറെ നേരം വരിക്കുന്ന കുറെ ആൾക്കാർ ഇടയിൽ കയറി വരുന്ന ആദ്യം വന്നവർക്ക് അവസാനം കിട്ടുന്നത് അതൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്താക്കൂല, നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല അല്ലെ. സൊസൈറ്റി ഉണ്ടാവില്ല അത്. അപ്പൊ നമ്മൾ എന്താക്കുക, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെയാണെന്നാണ് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയാം. സൊസൈറ്റിയിൽ എന്താ ഇങ്ങനെ എന്താണ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇന്ന സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യണമെന്ന് പറയുന്നതിനാണ്, സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നതിനാണ് എന്താവുക പ്രിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയാം അല്ലെ. അപ്പൊ എന്തായിരിക്കും മറ്റേത് പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരിക്കും പ്രിസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, സൊസൈറ്റി ഇങ്ങനെയൊക്കെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താവണം, പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എന്തായിരിക്കും പ്രോസ്ക്രിപ്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒന്ന് ജസ്റ്റ് പറയോ, എന്താണ് നിങ്ങൾക്ക് പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്താ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് പറഞ്ഞാൽ മതി, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും? വോയിസ് കേൾക്കുന്നില്ലേ? സൊസൈറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഓക്കെ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഹാർംഫുൾ ആവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയർ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ് അല്ലെ. സൊസൈറ്റിയിൽ എന്താണ്, സൊസൈറ്റി മീൻസ് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിലേക്ക് വരുമ്പോൾ വരിക. സൊസൈറ്റി അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്താണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത് അല്ലെ. ഡയറക്റ്റ് എ റോൾ പ്ലെയർ ടു അവോയ്ഡ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം എ സർട്ടൈൻ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി അല്ലെ. എന്താണ് സൊസൈറ്റിയിൽ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്, സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നില്ല. സൊസൈറ്റിക്ക് എന്താണ്, സൊസൈറ്റി അംഗീകരിക്കാത്ത കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഒരിക്കലും എന്താക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ് അതിനെയാണ് എന്താണ് പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയുന്നത് അല്ലെ. മറ്റേത് പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞതാണ് സൊസൈറ്റി നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്താ, സൊസൈറ്റിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, മോഷണം അല്ലെ. മോഷണം ഒരു എന്താണ് സൊസൈറ്റി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യമാണ് അല്ലെ. മോഷണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്താ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ വേറൊരാൾക്ക് ഹാനികരമാവുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, വേറെ എന്തെങ്കിലും എന്താണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ എന്താണ് കാര്യങ്ങൾ ചെയ്യുക, അത്തരം കാര്യങ്ങൾ അല്ലെ. അതിനെ പറയുന്നതാണ് എന്ത്, പ്രോസ്ക്രിപ്റ്റീവ് നോംസ്. അപ്പൊ പ്രിസ്ക്രിപ്റ്റീവ് നോംസും പഠിച്ച് അതുമാതിരി പ്രോസ്ക്രിപ്റ്റീവ് നോംസും പഠിച്ച് രണ്ടെന്താണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഒന്ന് സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അല്ലെ. ഒരു മോഷണം അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് ഹാനികരമായിട്ട് വരുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെയാണ് എന്താ പറയുക പ്രോസ്ക്രിപ്റ്റീവ് നോംസ് എന്ന് പറയുക. പിന്നെ ഫോർമൽ നോംസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ലോസ് അല്ലെ, റിട്ടേൺ ചെയ്ത് എഴുതി വെക്കപ്പെട്ടില്ലേ. എഴുതി വെക്കപ്പെട്ടിരുന്ന എന്താണ് നമ്മുടെ ലോസ് കാര്യങ്ങളും, നമ്മൾ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ നമുക്ക് എഴുതി വെക്കട്ടെ, നമുക്കറിയാലോ എന്തൊക്കെയായിരിക്കും ലോസ് നമ്മളെ ചുറ്റുപാട് നമുക്കറിയാം. അപ്പൊ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഫോർമൽ നോംസ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫോർമൽ നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വാഭാവിക ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് ഇൻഫോർമലുമാരി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു ഒരു എന്താണ് നമ്മുടെ ഒരു മാന്യതയുടെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട, നമ്മൾ കീപ്പ് ചെയ്യേണ്ട സൊസൈറ്റിയിൽ ആസ് എ ഹ്യൂമൻ ബീങ് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിയിൽ ചെയ്യേണ്ട കാര്യം ഇൻഫോർമൽ ആയിട്ടുള്ള നോംസ് എന്താണ്. നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുക, അതിലല്ലെങ്കിൽ അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക. ഒരു കല്യാണ വീട്ടിൽ പോകുന്നതും മരിച്ച വീട്ടിൽ പോകുന്നതും നമ്മൾ എങ്ങനെ പെരുമാറണം നമുക്കറിയാലോ അല്ലെ. നമ്മളൊരു കല്യാണ വീട്ടിൽ പെരുമാറുന്ന മാതിരി എന്താക്കാൻ പറ്റില്ല, ഒരു മരണ വീട്ടിൽ പോയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, പെരുമാറാൻ പറ്റില്ല. അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം, അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. അത്തരം കാര്യങ്ങൾക്കാണ് എന്താ പറയാ നമ്മൾ ഇൻഫോർമൽ നോംസ് എന്ന് പറയാം. അപ്പം ടൈപ്സ് ഓഫ് നോംസ് നമ്മൾ പഠിച്ചില്ല, എന്തൊക്കെയാണ് 4 നമ്മളിപ്പം ജസ്റ്റ് നോക്കിപ്പോയി. പ്രിസ്ക്രിപ്റ്റീവ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രോസ്ക്രിപ്റ്റീവ് സൊസൈറ്റി അംഗീകരിക്കാത്ത കാര്യങ്ങൾ, മോഷണം മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന രീതിയിലുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യുക. ഫോർമൽ നോംസ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. പിന്നെ ഇൻഫോർമൽ നോംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതൊക്കെ അല്ലേ നോംസിൽ പറഞ്ഞ കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് നോംസിൽ പറഞ്ഞത്. ഓക്കെ ആണല്ലേ. ഓക്കെ. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ നോംസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കി അല്ലെ. നോംസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി എന്താവുന്നത്,
നമ്മൾ എന്ത് ചെയ്യണം എന്നൊരു എക്സ്പെക്ട് ചെയ്തിരുന്ന സാധനത്തിനാണ് നമ്മൾ നോംസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് വരാം അല്ലെ. അടുത്ത ടോപ്പിക്കിൽ അതിന്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് എന്താണ്? റെഗുലേറ്റ് ആൻഡ് മാനേജ് ഹ്യൂമൻ ബിഹേവിയർ അല്ലെ. എന്താവുന്നുണ്ട്? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ മാനേജ് ചെയ്യുന്ന റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി ഫുൾഫിൽമെന്റ് ഓഫ് സോഷ്യൽ നീഡ്സ്. ഒരു സോഷ്യൽ നീഡ്സ് ഒക്കെ എന്താവുന്നുണ്ട്? അതിൽ എന്താവുന്നു കവർ ചെയ്ത് പോകുന്നുണ്ട്. എന്താണ് സോഷ്യൽ നീഡ്സ് എങ്ങനെ ഒരു 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 എന്താവുന്നുണ്ട്? നമ്മൾ പറഞ്ഞ മാതിരി ഫോർമൽ ഇൻഫോർമൽ ഇതൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കോൺട്രിബ്യൂട്ട് ടു മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ അല്ലെ. സോഷ്യൽ ഓർഡർ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നോംസ് എന്താവുന്നുണ്ട്? വളരെ ഇമ്പോർട്ടന്റ് വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ എല്ലാവരും തെറ്റിച്ചുകൊണ്ട് എന്താണ് നോംസും കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ട് ഒരു സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാതെ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക? അവിടുത്തെ എന്താണ്? അവിടെ എന്തായിരിക്കും കോൺഫ്ലിക്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനത്തെ കാര്യങ്ങൾ വരും. സർവ് ആസ് എ സ്റ്റാൻഡേർഡ് ഓഫ് ഇവാലുവേറ്റിംഗ് സോഷ്യൽ ബിഹേവിയർ ആൻഡ് പ്രോബ്ലം ഐഡിയൽസ് ആൻഡ് ഒബ്ജക്റ്റീവ് സ്പെസിഫിക് സിറ്റുവേഷൻ ആൻഡ് അത്തരം കാര്യങ്ങളല്ലേ. അപ്പം അത്തരം കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നോംസ് എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ് അല്ലെ. സോഷ്യൽ ദാറ്റ് ഗൈഡ് ബിഹേവിയർ അല്ലെ. നമ്മുടെ എന്താണ് ബിഹേവിയറിന് ഗൈഡ് ചെയ്യുന്ന സോഷ്യൽ എക്സ്പെക്ടേഷൻ ആണ് നോംസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ടൈപ്സ് ഓഫ് നോംസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. പിന്നെന്താണ് ഫോക്ക് ബേസ്? ഫോക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോക്ക് ബേസ് എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ പറഞ്ഞ മാതിരി എന്താണ് വില്യം ജി സംനർ പറയുന്നത് അല്ലെ. ദീസ് ആർ ബിഹേവിയർ പാറ്റേൺ ദാറ്റ് ഗവേൺ മോസ്റ്റ് ഓഫ് അവർ ഡെയിലി ലൈഫ് ആൻഡ് കോണ്ടാക്ട് വിത്ത് അതർ പീപ്പിൾ അല്ലെ. എന്താണ് നമ്മൾ നോംസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങോട്ട് സ്ട്രിക്റ്റ് അല്ല. പക്ഷെ എന്താണ് എന്താണ് ഇതൊരു ഒരു ഒരു നോംസിന്റെ ഭാഗമായിട്ട് വരുന്ന കേട്ടോ ഈ ഫോക്ക് ബേസ് എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ എന്താ പറയാ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതിൽ പറയേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ നോംസിന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് വരില്ല. എന്താണ് എന്നാലും നമ്മൾ കാര്യങ്ങൾ എന്താണ് നോംസിൽ പറയുന്ന മാതിരി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താകുന്നത് എണീച്ച് നിൽക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ എണീച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ മുതിർന്നവരെ ബഹുമാനിക്കുന്നത്, അത്തരം കാര്യങ്ങൾ അല്ലെ ഫോക്ക് ബേസിൽ വരുന്നത്. അപ്പൊ ഫോക്ക് ബേസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ എക്സാമ്പിൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താണ് നമ്മൾ വരുമ്പം അതിൽ പറയുന്നത് സിമ്പിൾ ഹാബിറ്റ് ഓഫ് ആക്ഷൻ കോമൺ ടു ദി ഗ്രൂപ്പ് അല്ലെ. പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. പിന്നെന്താണ് മോർസ് അല്ലെ. മോർസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മോർസ് എന്താണ് ഈ നോംസിലെ ഭാഗമായിട്ട് വരുന്ന കേട്ടോ. നോംസ് മോർസ് അതേമാതിരി ഫോക്ക് ബേസ് ഒക്കെ. മോർസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നും കൂടി മോറൽ ആയിട്ടുള്ള കാര്യമായിരിക്കും മോർസ് അല്ലെ. മൊറാലിറ്റി മീൻസ് നമ്മള് ഒരു മോറൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മുടെ എന്താണ് എത്തിക്സിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ എന്താ പറയാ, നമ്മൾ കാര്യങ്ങൾ എന്താണ് ഈ നോംസ് പറയുന്ന മാതിരി തന്നെ കാര്യങ്ങൾ ചെയ്യും. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താ പറയാ, നമ്മുടെ എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാ, മാതാപിതാക്കൾ നോക്കുന്ന അല്ലെ. പ്രായമായ മാതാപിതാക്കൾ നോക്കുന്നത് എന്താണ് നമ്മുടെ ബാധ്യത അല്ലെ. പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ നമ്മൾ എന്താവും നോക്കും. നമ്മൾ അവരെ എന്താണ് വയസ്സാകുന്ന സമയത്ത് അവരെ ശുശ്രൂഷിക്കുന്നത് കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ എത്തിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ നോക്കും. പിന്നെ അതേമാതിരി എന്താണ് മുസ്ലിംസ് സൊസൈറ്റിയുടെ ഇടയിൽ എന്താണ് ആൽക്കഹോൾ നിരോധിച്ച കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്താണ് നമ്മുടെ മൊറാലിറ്റിയുമായി വരുന്ന കാര്യങ്ങളെയാണ് എന്ത് പറയാ നമ്മൾ മോർസ് എന്ന് പറയാം. അപ്പൊ എന്ത് നോക്കി നമ്മൾ നോംസിൽ വരുന്ന കാര്യങ്ങളാട്ടോ ഈ ഫോക്ക് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോക്ക് ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിമ്പിൾ ആയിട്ട് എന്താണ് ബഹുമാനം മീൻസ് നമ്മൾ ടീച്ചേഴ്സ് വരുമ്പോൾ എണീച്ച് നിൽക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക കാര്യങ്ങളൊക്കെ. മോർസിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ ഒന്നുകൂടി മൊറാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത കാര്യം എന്താണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മുതിർന്ന മാതാപിതാക്കളെ അവരെ നോക്കുക, അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. അതേമാതിരി മുസ്ലിം സൊസൈറ്റിയുടെ ഇടയിൽ ആൽക്കഹോൾ നിരോധിച്ച കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ മൊറാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മോർസ് എന്ന് പറയുക അല്ലെ. അപ്പൊ അടുത്തത് എന്താണ് കസ്റ്റംസ് അല്ലെ. കസ്റ്റംസ് എന്താണ് റെഗുലർ പാറ്റേൺ ബിഹേവിയർ ദാറ്റ് ഈസ് കൺസിഡർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു നമ്മുടെ പരിചയക്കാരൻ കാണുമ്പോൾ കൈ കൊടുക്കുന്നത് അല്ലെ. കൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരാൾ കാണുമ്പോൾ ആദ്യമായിട്ട് എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡ് ഷേക്ക് കൊടുക്കും അല്ലെ. ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മീൻസ് വെസ്റ്റേൺ കൺട്രീസിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവർ ജസ്റ്റ്
എന്താണ് കെട്ടിപ്പിടിക്കുന്നു, മീൻസ് അതിലെ ഒരു റെസ്പെക്ട് കാണിക്കുന്നു, അത്തരം കാര്യങ്ങളാണ് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കസ്റ്റംസ് എന്ന് പറയാം സൊസൈറ്റിയിൽ. ഇതും എന്താണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള കേട്ടോ, നമ്മുടെ ഇതൊക്കെ നോംസിൽ വരുന്ന കേട്ടോ, നോംസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ഫോക്ക് ബേസ്, അതേമാതിരി എന്താണ് മോർസ്, പിന്നെ അതേമാതിരി കസ്റ്റംസ് അല്ലെ, കസ്റ്റംസ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതെന്താട്ടോ ജസ്റ്റ് മനസ്സിലാക്കുക, മീൻസ് എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി ഇതാണ് കാര്യം എന്നുള്ളത്. നോംസ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്, നോംസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് മനസ്സിലാക്കുക അല്ലെ. പിന്നെ എന്താണ് ഫോക്ക് വൈസ് കാര്യങ്ങൾ എന്താക്കുക നോംസിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്, പിന്നെ നമ്മൾ വരുമ്പം വാല്യൂസ് വരുന്നുണ്ട് അല്ലെ. എന്തായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്? നിങ്ങൾ എന്തിനൊക്കെ വാല്യൂ കൊടുക്കുക ഓരോരുത്തരെയും, മീൻസ് ഒരു എന്താണ് ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തൊക്കെ കാര്യത്തിനായിരിക്കും വാല്യൂ കൊടുക്കുക? നിങ്ങൾ എന്തൊക്കെ ആയിരിക്കും വാല്യൂ കൊടുക്കുക? നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തിനൊക്കെ ആയിരിക്കും വാല്യൂ കൊടുക്കുക? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യട്ടോ നിങ്ങൾ, വോയിസോ എന്താണ് ഉണക്കി പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഈ വാല്യൂസ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ചുമ്മാ പറഞ്ഞു എന്തായിരിക്കും വാല്യൂസ്? നമ്മുടെ ലൈഫിൽ നമ്മൾ വാല്യൂ കൊടുക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എഡ്യൂക്കേഷൻ, ഫാമിലി. എഡ്യൂക്കേഷൻ, ഫാമിലി. ഓക്കെ, ഗുഡ്. ഫാമിലിക്ക് വാല്യൂ കൊടുക്കും അല്ലെ. ഫാമിലിക്ക് നമ്മൾ എങ്ങനെയായിരിക്കും മീൻസ് വാല്യൂ കൊടുക്കുമോ? ഓഫ് കോഴ്സ് ഫാമിലിക്ക് നമ്മൾ വാല്യൂ കൊടുക്കും, എഡ്യൂക്കേഷന് വാല്യൂ കൊടുക്കും. എന്താണ്, അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മൾ വാല്യൂ ഫാമിലി മീൻസ് ഫാമിലിക്ക് എങ്ങനെയായിരിക്കും കൊടുക്കുക അല്ലെ? നമ്മളൊരു ഫാമിലിയിൽ ഉണ്ടാവുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ലവ് അല്ലെ, സ്നേഹം ഉണ്ടാവും. എന്താണ് നമ്മുടെ ഫാമിലിയുടെ ഇടയിൽ എന്തായിരിക്കും, നമ്മൾ ലവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ലവ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന എന്താണ് ഒരു ലവ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾക്കിടയിൽ എന്തായിരിക്കും ഉണ്ടാവും അല്ലെ. അതിന് ആ ലവ് എന്ന് പറയുന്നതിന് എന്തായിരിക്കും നമ്മൾ നന്നായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ടാവും നമ്മളെ ഫാമിലിക്ക്. പരസ്പരം എന്താണ് നമ്മളെ പാരൻസിനാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം അവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് നമ്മൾ ലവ് എന്ന് പറയുന്ന അതിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന അല്ലെ. അതേമാതിരി എന്താണ് നമ്മളെ ലോയാലിറ്റി എന്ന് പറയുന്നത്, എത്രത്തോളം നമ്മുടെ പാർട്ട്ണറിന്റെ നമ്മളെ ഒരു റിലേഷനിൽ കഴിഞ്ഞാൽ എന്താണ് ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ എത്രത്തോളം അവരുടെ റിലേഷൻഷിപ്പിൽ ലോയാലിറ്റി കീപ്പ് ചെയ്യും. പിന്നെ അതേമാതിരി അത്തരം കാര്യങ്ങൾ അല്ലെ, അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ വാല്യൂ കൊടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ, ലവ്, ഹോണസ്റ്റി, ലോയാലിറ്റി, അത്തരം കാര്യങ്ങൾ ആണ് എന്ത് പറയാ നമ്മൾ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താട്ടോ നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. വാല്യൂസ് അല്ലെ, വാല്യൂസ് റിഫർ ടു ഫണ്ടമെന്റൽ ബിലീഫ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ഇൻ ഡിറ്റർമിനിങ് വാട്ട് ഈസ് റൈറ്റ്, ഡിസൈറബിൾ ഓർ ഇമ്പോർട്ടന്റ് ലൈഫ് അല്ലെ. ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ വാല്യൂ എന്ന് പറയാം അല്ലെ. അപ്പൊ എന്താണ് അത് നമ്മൾ എന്താകുന്നുണ്ട്, നമ്മളെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഡിസിഷന്, നമ്മളെ ആക്ഷന്, നമ്മളെ മൊത്തത്തിൽ എന്താവുന്നുണ്ട് ഒരു സൊസൈറ്റിയുടെ ഭാഗം, ഒരു അംഗം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താവുന്നുണ്ട്, നമ്മളെ ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളെ കൾച്ചർ എന്താവുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി ലോയാലിറ്റി, ഓണസ്റ്റി, കൈൻഡ്നെസ്, പിന്നെ അതേമാതിരി എന്താ ലവ്, ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് എന്ത് വാല്യൂ കൊണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തിനൊക്കെ വാല്യൂ കൊടുക്കുന്നത് അതൊക്കെ എന്തായിരിക്കും വാല്യൂ ആയിട്ട് വരുന്നതായിരിക്കും അല്ലെ. ഇപ്പം നമുക്ക് എന്താട്ടാ വാല്യൂസിന്റെ ടൈപ്സ് ഓഫ് വാല്യൂസിലോട്ട് പോലെ ടൈപ്സ് ഓഫ് വാല്യൂസിലോട്ട് വരുമ്പോൾ ഡൊമിനന്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൊമിനന്റ് ആയിട്ട് വരുന്ന വാല്യൂസ് എന്നൊക്കെ പറയുമ്പോൾ ഡൊമിനന്റ് വാല്യൂസ് അതായത് എന്താണ് ബൗണ്ടഡ് ബൈ സൊസൈറ്റി റൂൾസ് അല്ലെ. സൊസൈറ്റിയുടെ റൂൾസിനാൽ എന്തായിരിക്കും ചുറ്റപ്പെട്ട് എന്തായിരിക്കും നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. വയലേഷൻ ഓഫ് എ വാല്യൂസ് ഈസ് നോട്ട് എക്സ്പെക്ടഡ്, വയലേഷൻ ഓഫ് വാല്യൂസ് ഈസ് നോട്ട് എക്സ്പെക്ടഡ്. സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ എന്താവുക ചെയ്യുക. അതായത് എക്സാമ്പിൾ എന്ന് പറയാ ഒരാളുടെ ജീവൻ അപകടപ്പെടുത്തുക, എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനേരെ എന്താണ് വാരിയന്റ് വാല്യൂസിലോട്ട് വരുമ്പോ എന്താ വാരിയന്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതായത് എന്താണ് ഇവിടെ ഡൊമിനന്റ് വാല്യൂസിൽ ഒരാൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൊസൈറ്റി
വാല്യുവേഷൻ ഓഫ് വാല്യൂസ് ഈസ് നോട്ട് എക്സ്പെക്ടഡ് അല്ലെ. ഒരാള് എന്താണ് ഈ വാല്യൂ ഒക്കെ തെറ്റിച്ചുകൊണ്ട് എന്താവുന്നതാണ് കുറ്റം ചെയ്യുന്നത് അല്ലെ. വാല്യൂ ഒക്കെ തെറ്റിച്ചുകൊണ്ട് സൊസൈറ്റി അംഗീകരിക്കാത്ത രീതിയിൽ എന്താണ് ഒരു കുറ്റകൃത്യം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരാൾക്ക് അപകടമാവുന്ന രീതിയിൽ അയാളെ ഉപദ്രവിക്കുക, അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഡൊമിനന്റ് വാല്യൂസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഈ വേരിയന്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇങ്ങനെ വേരിയന്റ് ആയി കൊണ്ട് നിൽക്കും അല്ലെ. ഇൻഡിവിജ്വൽസ് ഹാവ് ദി ചോയ്സ് വെദർ ടു ഫോളോ ഓർ നോട്ട്. അതായത് എന്താണ് സ്നേഹിക്കണോ, അല്ലെങ്കിൽ എന്താണ് സ്നേഹിക്കപ്പെടണോ, അല്ലെങ്കിൽ അവിടെ എന്താണ് നമ്മൾ ലോയാലിറ്റി കീപ്പ് ചെയ്യണോ. ചിലപ്പം അയാൾക്ക് തോന്നുമ്പോൾ അയാൾ എന്തായിരിക്കും ലോയാലിറ്റി കീപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ അയാൾ എന്താവും മീൻസ് എന്താണ് ചതിക്കും, മീൻസ് എന്താണ് വഞ്ചിച്ചേക്കാം, മീൻസ് അയാൾക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന മാതിരി ചെയ്യും, മീൻസ് വാല്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. അപ്പൊ എന്താണ് ഈ നമ്മള് അതിന് പറയുന്നത് അല്ലെ, താല്പര്യങ്ങൾക്ക് അനുസരിച്ച് എന്താവുക നമ്മുടെ മൂല്യങ്ങൾ മാറ്റുന്നതിനെയാണ് വാരിയന്റ് വാല്യൂസ് എന്ന് പറയുക. അത് എന്തായിരിക്കില്ല എപ്പോഴും ഇങ്ങനെ എന്താണ് ഒരു ഹോണസ്റ്റ് എന്നുള്ള സംഭവത്തിൽ എപ്പോഴും സത്യസന്ധമായ രീതിയിലായിരിക്കില്ല. അയാൾക്ക് തോന്നുമ്പോൾ എന്തായിരിക്കും കളവ് ചെയ്യും, തോന്നുമ്പോൾ സത്യസന്ധനായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു വാരിയന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ഡൊമിനന്റ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി വാരിയന്റ് വാല്യൂസ് നോക്കി അല്ലെ. ഡൊമിനന്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞ മാതിരി സൊസൈറ്റിയാൽ എന്താക്കിയപ്പെട്ട സൊസൈറ്റി നിശ്ചിതമാക്കിയപ്പെട്ട റൂൾസ് അത് തെറ്റിക്കുന്നത് അല്ലെ, അത് തെറ്റിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താണ് ഇൻസ്ട്രക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാല്, ഇൻട്രിൻസിക് വാല്യൂസ് എന്ന് പറഞ്ഞാല് ദി വാല്യൂ ദാറ്റ് വൺ ഹാസ് ഓഫ് ഇറ്റ് സെൽഫ് അല്ലെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹാപ്പിനെസ് എന്നുള്ള ഒരു സാധനം, ഹാപ്പിനെസ് എന്നുള്ളതിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. കാരണം നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സാധനം അല്ലെ. അപ്പൊ നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മളെ പ്രഷറിന് ഇതിനൊക്കെ നമുക്ക് വേണം, നമ്മൾ ഹാപ്പിനെസ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് ഇൻസ്ട്രക്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന നമ്മുടെ ഇതായിട്ടുള്ള കാര്യങ്ങൾ. അതിനാണ് എക്സ്ട്രിൻസിക് വാല്യൂസ് എന്ന് പറഞ്ഞാൽ മീൻസ് ടു അക്വയർ തിങ്സ് ദാറ്റ് ഹാവ് വാല്യൂ. അങ്ങനെ പറയുന്നത് എക്സ്ട്രിൻസിക് വാല്യൂസ് എന്ന് പറഞ്ഞാല് അതായത് ആൾക്കാർ ഒരു പ്രത്യേക സാധനത്തിന് വാല്യൂ കൊടുക്കുന്നു. അത് ആൾക്കാർക്ക് പല കാര്യങ്ങളും കൊടുക്കും അല്ലെ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൾക്കാർ പൈസക്ക് അല്ലെ, പണം എന്ന് പറയുന്ന സാധനത്തിന് ആൾക്കാർ വാല്യൂ കൊടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും പണത്തിന് വാല്യൂ കൊടുക്കുന്നത്? നമ്മള് പണത്തിന് നമ്മൾ എന്തുകൊണ്ടായിരിക്കും വാല്യൂ കൊടുക്കുന്നത്? വോയിസ് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പണത്തിന് വാല്യൂ കൊടുക്കുന്നത്? ഓക്കെ, അതില്ലാതെ ജീവിക്കാൻ പറ്റൂല അല്ലെ. അതില്ലാതെ ശരിയാണ്, നമുക്ക് പൈസ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ പണത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നുള്ളത്. അപ്പൊ പണം എന്ന് പറയുന്ന സാധനം നമുക്ക് ബേസിക് നീഡ്സും അതേമാതിരിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമുക്ക് തരില്ല. നമ്മളെ ലൈഫ് കംഫർട്ട് ആക്കാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടന്റ് പണത്തിന് വാല്യൂ കൊടുക്കുന്നത്. എക്സ്ട്രീംസ് വാല്യൂ, അതായത് ഒരു വാല്യൂ നമ്മൾ കൊടുത്തുകൊണ്ട് മറ്റൊരു കാര്യങ്ങൾ നേടിയെടുക്കുന്നത്, മീൻസ് അത്തരം കാര്യങ്ങളെയാണ് എക്സ്ട്രിൻസിക് വാല്യൂ എന്ന് പറയുക. ഒരു വാല്യൂ നമുക്ക് വേണം, അതുകൊണ്ട് നമുക്ക് കുറെ ഉപകാരങ്ങളാണ്. അപ്പൊ അതിനെ പറയുന്നതാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇന്നാക്റ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്നാക്റ്റീവ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളേതായിട്ടുള്ള ഒരു വാല്യൂ മീൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ, ഒരു മനസാക്ഷിക്ക് ഇതാക്കാത്തൊക്കെ പറയില്ല നമ്മള് നമ്മുടെ മനസാക്ഷിക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിനാണ് ഇന്നേറ്റീവ് വാല്യൂ എന്ന് പറയാം. നമ്മുടെ മനസാക്ഷിക്ക് അനുകൂലമാകുന്ന മൂല്യങ്ങളെ കീപ്പ് ചെയ്യുന്നത്. അക്വയർഡ് വാല്യൂസ് അല്ലെ, നമ്മൾ നേടിയെടുക്കുന്ന മൂല്യങ്ങൾ അക്വയർഡ് വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപാർട്ടഡ് ബൈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ നമ്മളെ ഫാമിലി പിയർ ഗ്രൂപ്പ്സ് അത്രയും അവിടെ നിന്നൊക്കെ പഠിച്ചെടുക്കുന്ന മീൻസ് നമ്മൾ നേടിയെടുക്കുന്ന മൂല്യങ്ങളെയാണ് അക്വയർഡ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡൊമിനന്റ് വാല്യൂസ് നോക്കി, വേരിയന്റ് വാല്യൂസ് നോക്കി, പിന്നെ അതേമാതിരി എക്സ്ട്രിൻസിക്കും അതേ ഇൻട്രസ്റ്റ് നോക്കി, പിന്നെ അതേമാതിരി ഇന്നേറ്റീവ് വാല്യൂസ് നോക്കി, ആൻഡ് അക്വയർഡ് വാല്യൂസ് നോക്കി അല്ലെ. അപ്പോൾ ടൈപ്സ് ഓഫ് വാല്യൂസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ലൈഫിൽ കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ലെ. അതാണ് ഈ ടൈപ്സ് ഓഫ് വാല്യൂസിൽ വരുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് നീഡ്സ് ആണ് അല്ലെ. നീഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ
ടൈപ്സ് ഓഫ് നോംസിൽ വരുന്നതാണ് ഈ ഫോക്ക് ബേസും മോർസ്, വാല്യൂസ്, കസ്റ്റംസ് ഒക്കെ. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഇത് എന്ന് പറയും, മീൻസ് നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേമാതിരി ഫോക്ക് ബേസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. എന്താണ് ഫോക്ക് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് സൊസൈറ്റിയിൽ എന്താ നോംസിന്റെ അതേമാതിരി തന്നെ, പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഇവരൊക്കെ വരുമ്പോൾ നമ്മൾ എണീച്ച് റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെന്താണ് അതേമാതിരി എന്താണ് മോറൽസിൽ വരുമ്പോൾ മോറലായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മൊറാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ മോറൽസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പ്രായമായ മാതാപിതാക്കളെ നോക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി നമ്മൾ ഒരാളെ കാണുമ്പോൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ. അപ്പം അത്തരം കാര്യങ്ങളാണ് മനസ്സിലാക്കി വെക്കുക. വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ, ലവ്, ഹോണസ്റ്റി, അതേമാതിരി എന്താണ് കൈൻഡ്നെസ്, അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. അത്തരം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് വാല്യൂസ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോംസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ടോപ്പിക്സിൽ എന്താണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അടുത്ത എന്താണ് നീഡ്സ് അല്ലെ. നീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് മെയിൻ ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാട്ടോ, നമ്മൾ തിയറിയാണ് പറയാൻ പോകുന്നത്. നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് എല്ലാവരും മനുഷ്യന്മാരല്ലേ, നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ട് അല്ലെ, കുറേ ആവശ്യങ്ങളുണ്ട് നമുക്ക്. എന്താണ് നമുക്ക് ബേസിക് ആയിട്ട് എന്ത് വേണം, കുറേ കാര്യങ്ങൾ, ഫുഡ് വേണം, അതേമാതിരി എന്താണ് നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് വേണം, പൈസ വേണം, എന്താണ് നമുക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്താണ് നമുക്ക് കുറേ കാര്യങ്ങൾ എന്താണ് നമുക്ക് വേണം അല്ലേ. അപ്പം ഈ നീഡ്സിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ കാര്യമായിട്ട് നോക്കി ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആട്ടോ. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എക്സാമിന് ചിലപ്പം ചോദിക്കും, ആരാണ് എന്താണ് ഈ മീൻസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്, ആരാണത് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്ലോ ആണ്. അപ്പം എബ്രഹാം മാസ്ലോ ആണ് അത് ഇതാക്കിയെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രപ്പോസ്ഡ് ബൈ എബ്രഹാം മാസ്ലോ ഇൻ 1944 അല്ലെ, 43 ഇൻ ഹിസ് പേപ്പർ എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇന്ന് തന്നെ പഠിച്ചു വെക്കുക. എന്താണ് എബ്രഹാം മാസ്ലോ അദ്ദേഹത്തിന്റെ ബുക്കിലെ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എന്താണ് പേപ്പറിൽ എന്താണ് 1943 ഈ തിയറി എന്താവുന്നത് പറയുന്നത് കേട്ടോ. അപ്പൊ അതിപ്പം തന്നെ പഠിച്ചു വെക്കുക. എന്താണ് നമുക്ക് തിയറിയിലോട്ട് എന്താ വരിക അല്ലെ. അതെന്താ പറയുന്നത്, പുള്ളിക്കാരൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് കുറേ ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അതൊക്കെ അതായത് ഓരോ ആവശ്യങ്ങളും നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, പുള്ളി ഒരു ഹൈറാർക്കി ഉണ്ടെന്ന് പറയുന്നത്. അതായത് ഓരോ ആവശ്യങ്ങളും അല്ലെ, നമുക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യം, അത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ കിട്ടേണ്ടത് ലവ്, ലോങ്നെസ്, അങ്ങനെ അതൊന്ന് നോക്കാം. അപ്പൊ പുള്ളി പറയുന്നത് ആ നീഡ്സിന് എന്തായിട്ടുണ്ട്, പുള്ളി ഒരു ഹൈറാർക്കി സ്ട്രക്ചർ ആക്കിയിട്ട് എന്തായിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു എന്താണ് നമുക്ക് ഓരോ എന്താണ് ഒരു അത് ഓരോ ഇത് എന്താണ് നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നീഡ്സ് ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ടാണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്താട്ടോ നമുക്ക് അത് എന്താ നോക്കാം. പുള്ളി പറയുന്ന മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ പറയുന്ന സ്ട്രക്ചർ ഹൈറാർക്കി എന്താണെന്ന് നോക്കുക. അപ്പൊ എന്താണ് എബ്രഹാം മാസ്ലോ എന്താ പറയുന്നത്, ഫസ്റ്റിൽ വരുന്ന എന്താണ്, നിങ്ങൾ ഈ ഇത് കണ്ടോ, സൈഡിലെത്ത് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിലത്തെ ഇത് കണ്ടില്ലേ, ഇതിൽ പറയുന്നത് എന്താണ് 5 സ്റ്റേജസ് അല്ലേ. പുള്ളി പറയുന്ന 5 സ്റ്റേജസ് ആണ് പറയുന്നത് അല്ലെ. ഇതിൽ ആദ്യം എന്താ പറയുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സും അതേമാതിരി ഞാൻ പറയില്ല. ഇതിൽ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 പിന്നെന്താണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ് 3, 4. അതേമാതിരി ലാസ്റ്റിലാണ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ 2 വരുന്നത് എന്താണ് ഫിസിയോളജിക്കൽ ആൻഡ് സേഫ്റ്റി നീഡ്സ് അല്ലെ. അതേമാതിരി എന്താണ് സൈക്കോളജിക്കൽ നീഡ്സിൽ വരുന്നത് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ്. പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ എന്താണ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സിലോട്ട് വരുമ്പോൾ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ നമുക്ക് ഇത് എന്താ നോക്കല്ലേ, പുള്ളി എന്താണ് ഇത് സംഭവം പറഞ്ഞു വെച്ചിട്ടുള്ളത്, നോക്കാം. പുള്ളി എന്താണ് ഇത് ഈ ഹൈറാർക്കിക്കൽ സെറ്റപ്പ് കൊണ്ട് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താക്കുക നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് അതൊരു ഹ്യൂമൻ ബീങ് എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യം എന്താ, നമുക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട എന്താണ്, ഫുഡ് വേണം അല്ലെ. ഫുഡ് എന്താണ് ഫുഡ് എന്ത് വേണം, അതേമാതിരി പ്രോപ്പറായിട്ട് നിൽക്കാനുള്ള എന്താണ് നോക്കണം, ഫുഡ് ഷെൽട്ടർ അല്ലെ, ഫുഡ് ആൻഡ് ഷെൽട്ടർ, അത്രയും കാര്യം എന്താണ് ബേസിക് ആയിട്ട് കിട്ടേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ നമുക്ക്. അപ്പൊ എന്താണ് ഫിസിയോളജിക്കൽ നമുക്ക് എന്താണ് ഫുഡ്, നമുക്ക് എന്താണ് പാർക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. ഡ്രസ് യെസ് അല്ലെ, നമുക്ക് എന്താണ് അത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ. അപ്പൊ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ
നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങണം അല്ലെ, നമ്മൾ അടിത്തറ സെറ്റായിട്ട് കൊണ്ടുവരുന്നതാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കി എത്തിയാലേ നമ്മൾ അറ്റ് ദി ടോപ്പിൽ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ലൈഫിലെ ഫുൾഫിൽമെന്റ് നേടാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പുള്ളി അതായത് നമുക്ക് ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് വേണമെന്ന് പുള്ളി പറയുന്നത്. പിന്നെ എന്താണ് പുള്ളി പറയുന്നത്, സേഫ്റ്റി നീഡ്സ് അല്ലെ, സേഫ്റ്റി നീഡ്സ് വേണം നമുക്ക്. എന്താണ്, നമുക്ക് നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു, നമ്മുടെ കാര്യങ്ങളൊക്കെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അല്ലെ, സെക്യൂരിറ്റി എന്ത് വേണം, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു സേഫ്റ്റി നീഡ്സ് വേണം. അപ്പോൾ നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് ആയി, പിന്നെ സേഫ്റ്റി നീഡ്സ് ആയി, നമ്മൾ എന്തായി കാര്യങ്ങളൊക്കെ എന്താണ് സെക്യൂർഡ് ആണെന്നുള്ളൊരു ഒരു എന്താണ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളൊരു ആവശ്യം അല്ലെ. നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റണം, ഈ ബേസിക് നീഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് കിടന്നു. ഹലോ ഹലോ ആരെന്തും പറഞ്ഞോ, മൈക്ക് ഓക്കെ. അപ്പൊ എന്താണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്താണോ നമ്മൾ ഈ എന്താണ് ബേസിക് നീഡ്സിൽ വരുന്നതാണ് ഈ രണ്ട് കാര്യങ്ങൾ. നമുക്ക് ഫുഡും അതേമാതിരി എന്താണ് ഡ്രസ്സ്, അതേമാതിരി എന്താ നമുക്ക് പാർപ്പിടം, അത്ര കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ വേണ്ടി, നമുക്ക് ഒരു എന്ത് വേണം, ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ഇതാണ് ബേസിക് നീഡ്സിൽ വരുന്നത്. ബേസിക് നീഡ്സിൽ വരുന്നതാണ് എന്ത്, സേഫ്റ്റി നീഡ്സും അതേമാതിരി ഫിസിയോളജിക്കൽ നീഡ്സ്. പിന്നെ എന്താണ് സൈക്കോളജിക്കൽ നീഡ്സ് അല്ലെ, ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എന്ത് വേണം, നമ്മളെ എന്താണ് ഈ രണ്ട് സാധനങ്ങൾ കിട്ടി കഴിഞ്ഞാൽ ഇതിന് മൂന്നാമത് പുള്ളി പറയുന്നത് ബിലോങ്ങിങ്നെസ് ആണ്. നമുക്ക് എന്ത് വേണം, നമ്മളെ എന്താണ് ഇന്റിമേറ്റ് റിലേഷൻസ്, ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ വേണം അല്ലെ, നമ്മളെ കാര്യങ്ങൾ എന്താവാന് നമുക്ക് എന്താണ് ഷെയർ ചെയ്യാനും, നമ്മുടേതായിട്ടുള്ള എന്താണ് ഒരു നമ്മുടെ എന്താണ് നമ്മൾ പറഞ്ഞ വാല്യൂസ് മീൻസ് ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് നമ്മളെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു മാരേജിലോട്ട് കയറി എന്താണ് അവിടെ കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒരു ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് എന്നൊക്കെ പറയുന്ന പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നും, അതിന് ഫാമിലി സെറ്റപ്പിലും ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഒരു എന്താണ് ചുറ്റുപാട് മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മൾ എന്താണ് ആ ഒരു ലവ് എന്താ പറയുന്ന സ്നേഹം കൈമാറുന്നതും, ഫാമിലിയുടെ ഇടയിലാണെങ്കിലും എന്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അറ്റാച്ച്ഡ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയാം ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്ന് പറയാം. നമുക്കറിയാം നമ്മൾ ഫാമിലിയുടെ എന്ന് പറയാൻ പറഞ്ഞില്ല, നമ്മൾ എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഫാമിലിയിൽ എന്താണ് ഫാമിലിയുടെ ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് കണക്റ്റഡ് ആണ്. അതേമാതിരി നമ്മൾ ലവ് എന്ന് പറയുന്നതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ അതാണ് എന്ത് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. അപ്പൊ ബേസിക് നീഡ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, ബേസിക് നീഡ്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഒരു മനുഷ്യർ എന്ന രീതിയിൽ ഈ ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ് നീഡ്സ് വേണമെന്ന് പറയുന്ന പുള്ളി. പിന്നെന്താണ് എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്, എസ്റ്റീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 2-3 കാര്യങ്ങളായി കഴിഞ്ഞാൽ പിന്നെ പുള്ളി പറയുന്നത് എന്താണ് സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് അല്ലെ, അച്ചീവ്മെന്റ്സ്. നമ്മൾ എന്താണ് സംതിങ് അച്ചീവ് ചെയ്തു, ഒരു ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള, അപ്പൊ അതിന്റെ ഒരു എന്താണ് പ്രസ്റ്റീജ്, ഒരു എന്താണ് മറ്റുള്ളവരെ എന്താണ് റെസ്പെക്ട് ചെയ്യുക, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇതാക്കി, അപ്പൊ നമ്മളൊരു സെൽഫ് എസ്റ്റീം അല്ലെ, ഒരു സ്വയം എന്താണ് ഒരു തൃപ്തിപ്പെടുന്ന രീതിയിൽ നമുക്ക് എന്താണ് കാര്യങ്ങൾ ഒക്കെ ചെയ്തു എന്നുള്ളൊരു ഇത് തോന്നുന്നത്, നമ്മൾ എന്താണ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, നമ്മൾ ഒരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഭയങ്കര സന്തോഷം ഇതൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളാണ് പുള്ളി എന്താ എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ് സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് അല്ലെ, സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ് 3-ാമത്തതിൽ വരുമ്പോൾ ലാസ്റ്റ് അല്ലെ. സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിലെന്താ പറയുന്നത് സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ, അതായത് ഈ 4 നീഡ്സും എന്താണ് മീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ ഓരോ നീഡ്സും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മീറ്റിലോട്ട് ഇതിലോട്ട് പോകുള്ളൂ, സ്റ്റേജിലോട്ട് പോകുള്ളൂ. അപ്പം ഈ 4ഉം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യൻ എന്താ വേണേ, അദ്ദേഹം അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് പോവാണ്. ഈ ബേസിക് നീഡ്സ് കിട്ടി, അതേമാതിരി സേഫ്റ്റി നീഡ്സ് കിട്ടി, പിന്നെ എന്താണ് നമുക്ക് കിട്ടേണ്ട ലവ് നീഡ്സ് അല്ലെ, ലവ് നീഡ്സ് ആൻഡ് ബിലോങ്ങിങ്സ് ഒക്കെ കിട്ടില്ല, നമ്മുടെ എന്താണ് ഫ്രണ്ട്സ്, ഫാമിലി ഇവരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ആ സാധനം കിട്ടി. പിന്നെ എന്താണ് എസ്റ്റീം നീഡ്സ്, നമ്മൾ എന്താണ് സംതിങ് ചെയ്തു, അതിനുള്ള എന്താണ് അച്ചീവ്മെന്റ്സ് നമുക്ക് കിട്ടി, ഒരു കാര്യങ്ങൾ കിട്ടി, അപ്പൊ എന്താണ് എസ്റ്റീം നീഡ്സ് ആയി. പിന്നെന്താണ് ഇതിന്റെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഇല്ല, ഒരു മനുഷ്യൻ എന്താ ഫുൾ പൊട്ടൻഷ്യലിൽ എത്തിയിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും, എന്താണ് പ്രോബ്ലം സോൾവിങ്, അതേമാതിരി എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ, അത്തരം കാര്യങ്ങളൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനും ഇതിനൊക്കെയുള്ള ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ എത്തുന്നതാണ് എന്താണ് ഈ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്ന എന്താണ് 5-ാമത്തത്. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കിക്കൊണ്ട് വെക്കേണ്ടത് ഈ 5 സ്റ്റേജും കാണാൻ പഠിക്കുക, 5 സ്റ്റേജും കാണാൻ പഠിക്കുക. പിന്നെ അതേമാതിരി എന്താണ് ഇതിൽ പറയുന്നില്ല, നമ്മൾ 3 ഭാഗങ്ങളായിട്ട് ബേസിക് നീഡ്സ്,
സൈക്കോളജിക്കൽ നീഡ്സ്, സെൽഫ് ഫുൾഫിൽമെന്റ്. അതിൽ വരുന്ന ഏതൊക്കെ സ്റ്റേജ് ആണ്, ഇതിലാണ് ബേസിക് നീഡ്സിൽ വരുന്നതാണ് സേഫ്റ്റി ആൻഡ് സൈക്കോളജിക്കൽ അല്ല സോറി എന്താണ് ഫിസിയോളജിക്കൽ, മറ്റേതിൽ സൈക്കോളജിക്കൽ വരുന്ന എസ്റ്റീംസ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്സ് ഒക്കെ അല്ലെ. അതുമാതിരി ലാസ്റ്റിൽ വരുന്നതാണ് സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ നാല് ഇതും ഒന്ന് എന്താക്കുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലായി മാസ്ലോയുടെ ഈ തിയറി ഇപ്പൊ എന്താണ് ഓക്കെ അല്ലേ? എന്താണ് ഞാൻ പറഞ്ഞെന്നുള്ളത്? എക്സാമിന് വരുന്ന കഴിഞ്ഞാൽ എന്താണ് ഈ സേഫ്റ്റി നീഡ്സിൽ മീൻസ് എങ്ങനെ ചോദിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും എന്താണ് ബേസിക് നീഡ്സിൽ വരുന്ന കാര്യം നിങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാണ്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ബേസിക് നീഡ്സിൽ വരുന്ന കുറെ കാര്യങ്ങൾ തിന്നിട്ട് എന്താണ് അതിൽ ഫുഡ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിൽ ഏതാണ് അങ്ങനെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതേമാതിരി സ്റ്റേജസ് കാണാൻ പഠിക്കുക, ഓരോ സ്റ്റേജിന്റെ പ്രത്യേകതകൾ പഠിച്ചാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ അല്ലേ? ഇത് മാസ്റ്ററുടെ തിയറി. ഇതിൽ ഇനി നമ്മൾ ഒരു പുള്ളി എന്താണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പുള്ളി സ്റ്റേജ് ഒന്നും കൂടി എന്താക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ സെറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്താടാ നമുക്ക് പുള്ളി അപ്പൊ ഈ നീഡ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കൂട്ടോ. അത് എങ്ങനെയാലും ചോദിക്കും എക്സാമിൽ. അപ്പൊ എന്താ നമ്മൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയായാലും ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും വരും ഈ മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ്. അപ്പം ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഏത് ബുക്കിലാണ് പുള്ളി എഴുതിയിട്ടുള്ളത്, ഇയർ മനസ്സിലാക്കുക, ഈ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ മനസ്സിലാക്കുക, അതിൽ എന്തൊക്കെയാണ് പറയുന്നത് മനസ്സിലാക്കുക. പിന്നെന്താണ് ബേസിക് നീഡ്, സൈക്കോളജിക്കൽ നീഡ്സ് അതിന്റെ സ്റ്റേജസിൽ എങ്ങനെയാണ് ആ സ്റ്റേജസിനെ എന്താണ് തരംതിരിച്ചുള്ളത് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പുള്ളി എന്താക്കി ലേറ്റർ എന്താക്കി പുള്ളി ഇതിൽ 3 കാര്യങ്ങളും കൂടി ആഡ് ചെയ്തില്ലേ. ടോട്ടൽ 8 ആക്കി പുള്ളി. 5 ഉണ്ടായത് എന്തായി പുള്ളി 8 ആക്കി മാറ്റിയെടുത്ത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അല്ലെ. ആദ്യം പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തത്. എന്താണ് എസ്റ്റീം നീഡ്സ് കഴിഞ്ഞിട്ട് നീഡ് ടു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് അല്ലെ. നോളജ് വർദ്ധിപ്പിക്കാനും അതേമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എന്താണ് ഇതാണ് 6ാമതായിട്ടുള്ള സ്റ്റേജിൽ പറയുന്ന പുള്ളി. ഇത് നിങ്ങൾ ഇത് എന്താണ് ഒന്നുമില്ല, നിങ്ങൾ 5 സ്റ്റേജ് പഠിക്കുന്നതിന്റെ കൂടെ ഈ 3 സ്റ്റേജും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. മീൻസ് ആഡ് ചെയ്യുക, അത് എവിടെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. എന്താണ് എസ്റ്റിമേറ്റ്സ് കഴിഞ്ഞിട്ടാണ് 2 വരുന്നത്, സെൽഫ് ആക്ച്വലൈസേഷൻ കഴിഞ്ഞിട്ടാണ് അവസാനത്തെ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ എന്താണ് എസ്റ്റിമേറ്റ്സ് കഴിഞ്ഞിട്ട് വരുന്ന 2 അല്ലെ. എസ്റ്റിമേറ്റ്സ് കഴിഞ്ഞ് വരുന്നത് എന്താണ് നീഡ് ടു നോ, അതായത് നോളജ് വർദ്ധിപ്പിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എസ്തെറ്റിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. ഒരാൾ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് പിന്നെന്താണ് ട്രാൻസെൻഡൻസ് അല്ലെ. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ കഴിഞ്ഞ് അതിന്റെ മേലോട്ട് പോകുന്നതാണ് ബാക്കിയുള്ളവരെ കാര്യങ്ങൾ എന്താണ് നോക്കുക, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അത്തരം ഒരു ഇതിലെത്തുമ്പോഴാണ് എന്താണ് ട്രാൻസെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ നിങ്ങൾ ജസ്റ്റ് ഈ 5 സ്റ്റേജ് മനസ്സിലാക്കുക, അതിന്റെ കൂടെ എന്താണ് ഈ 3 ആഡ് ചെയ്യുക. ഒന്നുമില്ല, ഈ 3 കൂടി ആഡ് ചെയ്യാനുള്ള അത് വരുന്നത് ഏത് പൊസിഷനിലാണ് മനസ്സിലാക്കുക. എന്താണ് എസ്റ്റീം നീഡ്സ് കഴിഞ്ഞിട്ടാണ് എസ്തെറ്റിക് നീഡ്സും നീഡ് ടു നോ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വരുന്നത്, ലാസ്റ്റിലാണ് എന്ന ട്രാൻസെൻഡൻസ് വരുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ സ്റ്റേജസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്താക്കുക ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്ങിങ് ആൻഡ് ലവ്സ് ആൻഡ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരു മാർക്ക് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്, എങ്ങനെയായാലും വരും. അപ്പൊ എന്താക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. പിന്നെന്താണ് നമുക്ക് നോക്കാനുള്ളത് സോഷ്യലൈസേഷൻ അല്ലെ. നമ്മൾ എന്താണ് ഇതിനിടയിലൊക്കെ ഫാമിലി പറഞ്ഞപ്പോഴും ഇതാക്കിയൊക്കെ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എടുത്തുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമ്മുടെ നോംസും കാര്യങ്ങളൊക്കെ എന്താ സെറ്റ് അല്ലേ? സോഷ്യലൈസ് നമ്മൾ എന്താണ് ഇതും പറഞ്ഞ് എന്താണ് അടുത്തത് എന്ന് പറയുമ്പോൾ സോഷ്യലൈസേഷൻ നമ്മൾ എന്താണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് സോഷ്യലൈസേഷൻ എന്നുള്ളത് ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴും എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. കൾച്ചർ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് സോഷ്യലൈസേഷൻ നമ്മൾ ഒന്നുകൂടി വളരെ എന്താണ് ഒന്നുകൂടി ബ്രോഡായിട്ട് നോക്കാൻ പോവാണ് ഈ യൂണിറ്റിൽ, ഇതിലൂടെ ഈ ടോപ്പിക്കിലൂടെ നോക്കുന്നത്. എന്താണ് സോഷ്യലൈസേഷൻ നമ്മൾ കുറെ പറഞ്ഞല്ലേ. എന്താണ് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ആരെങ്കിലും ഒരാളെന്ന് പറയുമോ? സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ് അല്ലേ. ഓക്കെ ഗുഡ്. വേറെ എന്തൊക്കെയായിരിക്കും സോഷ്യലൈസേഷൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം അല്ലെ. സോഷ്യലൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കാം. എന്താണ് സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ.
സോഷ്യലിസം ഉദ്ദേശിക്കുന്നത് ഒരു ഒരു സമൂഹത്തിലെ ഒരു അംഗം അല്ലെ, നമ്മളെല്ലാവരും എന്താണ് സമൂഹത്തിലെ ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ലൈഫിൽ ത്രൂ ഔട്ട് നമ്മൾ എന്താവുന്നുണ്ട്, ഇപ്പൊ പറഞ്ഞ ഒരു ഇന്ററാക്ഷൻ അല്ലെ, അങ്ങനെ പല ആളുകളുമായിട്ടും പല സമയത്തും എന്താവുന്നുണ്ട്, നമ്മൾ എന്താവുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ആൾക്കാരിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പല കാര്യങ്ങളും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്. ഇതെന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ലേണിംഗ് പ്രോസസ് ആണ് അല്ലെ. സോഷ്യലൈസേഷൻ എന്താണ്, സോഷ്യൽ ലേണിംഗ് പ്രോസസ് എന്ന് പറയാം. നമുക്ക് എന്താണ്, സമൂഹത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താവുന്നത്, കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ, ഒരു ലേണിംഗ് പ്രോസസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ആ ലേണിംഗ് പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, സോഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ സോഷ്യലൈസേഷൻ ഇസ് ദ പ്രോസസ് അല്ലെ ത്രൂ വിച്ച് ഇൻഡിവിജ്വൽ ലേൺസ് ഇന്റർനൈസ് നോംസ്, വാല്യൂസ്, ബിഹേവിയർ, സോഷ്യൽ സ്കിൽസ് അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ എന്താവുന്നത്, നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, നോംസ്, നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്ഥലത്ത് എങ്ങനെ പെരുമാറണം, അത്തരം കാര്യങ്ങളൊക്കെ എവിടുന്ന പഠിക്കുന്നത്, നമ്മൾ ലേൺ ചെയ്യുന്ന എന്ത് കാര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്, സോഷ്യൽ ലേൺ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എന്താ പറയാ, സോഷ്യലൈസേഷൻ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഒരു കുട്ടി ജനിക്കുന്ന അന്ന് മുതൽ എന്താണ്, കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ എന്താണ്, ജനിച്ച അന്ന് മുതൽ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ എന്താകുന്നുണ്ട്, നമ്മൾ മരിക്കുന്ന അന്ന് വരെ എന്താകുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു എന്താണ്, ജനിച്ച അന്ന് മുതൽ ഫാമിലിയിൽ നിന്ന് പഠിക്കുന്നത്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്, നമ്മൾ മരിക്കുന്ന ആ ഒരു സമയത്തടക്കം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്താകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ലൈഫ് ലോങ് ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്താകുന്നുണ്ട്, ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ്, ആ ഒരു സോഷ്യൽ ലേണിംഗ് പ്രോസസ്സിനെ പറയുന്നതാണ് എന്ത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. എന്താണ്, നമ്മൾ സമൂഹത്തിലെ വാല്യൂസ് നമ്മളിപ്പോ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്, നോംസ്, മോർസ്, എന്താണ് ബിഹേവിയർ, നമ്മളെ സോഷ്യൽ സ്കില്ല് നമ്മൾ സെറ്റാക്കി പഠിക്കുന്നത്, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പ്രോപ്പറായിട്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിൽ അംഗം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നതിനാണ് എന്താ, സോഷ്യലൈസേഷൻ എന്ന് പറയല്ലേ. അപ്പൊ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നതാണ്, ഒരു കുട്ടി ജനിച്ച് എന്താണ്, അദ്ദേഹം ഒരാൾ ജനിച്ച് അന്ന് ത്രൂ ഔട്ട് അദ്ദേഹത്തിന്റെ എന്താണ്, മരിക്കുന്നത് വരെ പഠിക്കുന്ന, സൊസൈറ്റിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളായാണ് നമ്മൾ എന്താ പറയാ, സോഷ്യലൈസേഷൻ എന്ന് പറയാം. എന്താണ് സോഷ്യലൈസേഷന്റെ പ്രൈമറി ഏജൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫാമിലി അല്ലെ. നമ്മൾ എന്താണ്, പ്രൈമറി ഏജന്റ് ആയിട്ട് വരുന്ന ഫാമിലിയാണ്. നമ്മൾക്കറിയാം, നമ്മളൊരു ഫാമിലിയിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പഠിക്കും. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അതെന്താണ്, ജനിച്ച അന്ന് മുതൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്, എന്താണ്, നമ്മുടെ ഫാമിലി ഇതാണ്, നമ്മുടെ എന്താണ് അച്ഛനമ്മമാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കൊടുക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കുറെ ഇൻഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്നത് അല്ലെ. എന്താണ്, എങ്ങനെ പെരുമാറണം, എന്തൊക്കെ മീൻസ് ഇവൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുന്നത് അല്ലെ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ മദർ ടോങ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ എന്താണ്, നമ്മളൊരു കുട്ടി ജനിച്ച അന്ന് മുതൽ എന്താണ് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ സോഷ്യലൈസേഷന്റെ പ്രൈമറി ആയിട്ടുള്ള എന്താണ്, എന്ത്, ഫാമിലി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫാമിലി അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഫാമിലി എന്ന് പറയുന്ന ടോപ്പിക് എന്താണ്, നമ്മൾ ഈ സോഷ്യലൈസേഷൻ വെച്ച് കമ്പയർ ചെയ്തായിരുന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു ത്രൂ ഔട്ട് ഒരു സോഷ്യലൈസേഷനിൽ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടന്റ് വഹിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെന്താണ് ഏജൻസ് പറയുമ്പോൾ കുറെ കാര്യം നമുക്ക് ഈ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ഏജൻസിലോട്ട് വരാം. നമുക്ക് സോഷ്യലൈസേഷന് ഞാൻ ചോദിച്ചില്ലേ, സോഷ്യലൈസേഷന് എങ്ങനെയാണ് ഒരു 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 സമൂഹത്തിലെ ഒരു അംഗമാവേണ്ട, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് സോഷ്യലൈസേഷൻ സാധ്യമാകുമോ? ഇല്ലല്ലോ. ഇല്ലല്ലേ. ഓക്കെ. ഒറ്റക്ക് ജീവിക്കുന്ന ഒരാൾക്ക് ഇല്ല. ഓക്കെ. ഒറ്റയ്ക്ക് ജീവിക്കുന്ന എന്താണ്, സോഷ്യലൈസേഷനിൽ എന്താണ്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾക്ക് എന്താക്കാൻ പറ്റില്ല, കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് മീൻസ് പഠിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, ഇതിന് മീൻസ് ഇത് ബേസ്ഡ് കുറെ സിനിമകളൊക്കെ ഉണ്ടായിരിക്കും. മീൻസ് അത് സിനിമകളൊക്കെ, അതായത് ഒരാള് എന്താണ് കുറെ കാലമായിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു 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 ആനിമൽസിന്റെ ഈ മൗഗ്ലി ഒക്കെ ഇല്ലേ, മൗഗ്ലി അതേമാതിരിയുള്ള എന്താണ് കഥകളൊക്കെ മീൻസ് ഇങ്ങനെ എന്താണ് മാറി നിന്ന് ജീവിച്ചിട്ട് ഒറ്റക്ക് ഇതേമാതിരി മൃഗങ്ങളുടെ കൂടെ ഒക്കെ എന്താണ് കാട്ടിൽ ഇങ്ങനെ എന്താണ് ജീവിച്ച് ഇങ്ങനെ വന്നിട്ട് പിന്നീട് എന്താണ് സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല അല്ലെ. കാര്യങ്ങളൊന്നും അറിയാതെ വളരെ എന്താണ് ഒരു ഐസൊലേഷൻ സെറ്റപ്പിൽ എന്താവില്ല, സോഷ്യലൈസേഷൻ എന്താവില്ല, നടക്കില്ല. അവിടെ എന്ത് വേണം, കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, നമ്മൾ കുറെ ആൾക്കാരായിട്ട് ഇടപഴകണം, അത്തരം കാര്യങ്ങളൊക്കെ വേണം.
സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഒരു ഐസൊലേഷൻ സെറ്റപ്പിൽ എന്താണ് ഒറ്റപ്പെടുന്ന അതിൽ അയാൾക്ക് ഒരാൾക്ക് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂല. പിന്നെന്താണ് സോഷ്യലൈസേഷൻ എന്താണ് ഗോൾസ് ആണ് പറയുന്നത് അല്ലെ. കൾച്ചർ ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൾച്ചർ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, എന്താണ് കൾച്ചർ ട്രാൻസ്മിഷൻ അല്ലെ. നമ്മുടെ പാരമ്പര്യം ഇങ്ങനെ കൈമാറി വരുന്ന കാര്യങ്ങൾ, നമ്മുടെ എന്താണ് അച്ഛൻ അമ്മക്ക് കൈമാറുന്ന കാര്യങ്ങൾ, അവർക്ക് എന്താണ് അവരുടെ അച്ഛനമ്മമാർ കൈമാറിയിട്ടുള്ളത് നമ്മളെ മക്കൾക്ക് കൈമാറുന്ന കാര്യങ്ങൾ. പിന്നെ അതേപോലെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, എങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ എങ്ങനെയാണ് ഒരു സോഷ്യലൈസേഷനിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമുക്കറിയാം. എത്രത്തോളം സ്കിൽ ഡെവലപ്മെന്റഡ് ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ എന്താണ് റോൾ പ്രിപ്പറേഷൻ അല്ലെ. റോൾ പ്രിപ്പറേഷൻ ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ റോൾസ് എന്തൊക്കെയായിരിക്കും, പ്രോപ്പറായിട്ട് പഠിക്കുക, കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ എന്താണ് ഇപ്പൊ അസൈൻ ചെയ്തിട്ടുള്ള റോള് അത് കൃത്യമായിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ എന്താണ് ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എന്റെ റോൾ എന്താണ്, എന്റെ റോള് നിങ്ങളെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുക, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ള രീതിയിൽ എന്താണ് കാര്യങ്ങളും അങ്ങനെ ചെയ്യുക. അതേമാതിരി ആസ് എ മദർ എന്നുള്ള രീതിയിൽ എന്താണ് കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുക, കുട്ടികളെ നോക്കുക. അല്ലെങ്കിൽ എന്താണ് അതേമാതിരി ഒരു ഫാദർ എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ അല്ലെ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക. അതേമാതിരി എന്താണ് ഫാമിലിയിലേക്ക് വേണ്ട കോൺട്രിബ്യൂഷൻ കൊടുക്കുക, അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ എന്താണ് റോൾ, എന്താണ് നമ്മളെ ഒരു സോഷ്യലൈസേഷനിലൂടെ എന്താവും, നമ്മൾ ഒരു റോൾ പ്രിപ്പറേഷൻ ഉണ്ടാവും അല്ലെ. അതേമാതിരി ഐഡന്റിറ്റി ഫോർമേഷൻ ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് പലതരം മീൻസ് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ ബേസ് ചെയ്ത് എന്തായിരിക്കും നമ്മുടെ ഐഡന്റിറ്റി എന്തായിരിക്കും, നമ്മളെ എത്രത്തോളം സോഷ്യലൈസ്ഡ് ആവുന്നുണ്ട് എന്ന രീതിയിൽ എന്തായിരിക്കും നമ്മൾ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യും. ഇത് അത്തരം കാര്യങ്ങളൊക്കെ അല്ലെ. ഇതിനെന്തൊക്കെയാണ് നമുക്ക് എന്താണ് സൊസൈറ്റിയുടെ ഒരു എന്താണ് ഒരു പാർട്ടായി നിൽക്കുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് എന്താണ് സോഷ്യലൈസേഷൻ കൊണ്ടുവരും. പിന്നെ അതൊരു മോറൽ ഡെവലപ്മെന്റ് അല്ലെ. മോറൽ ഡെവലപ്മെന്റ് സോഷ്യലൈസേഷനിലൂടെ എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫാമിലി, സ്കൂള് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നുണ്ട്, കുറെ മോറലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഈവൻ ഫാമിലി നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തായിരിക്കും മോറൽ ഡെവലപ്മെന്റ് അവിടെ ഉണ്ടായിരിക്കും. പിന്നെന്താണ് നമ്മൾ പറഞ്ഞ കാര്യം മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ ആൻഡ് അഡാപ്റ്റബിലിറ്റി, അത്തരം കാര്യങ്ങളൊക്കെ എന്തായിരിക്കും സോഷ്യലൈസേഷൻ എന്താണ് ഗോൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസ് ആയിട്ട് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെന്താണ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ അല്ലെ. ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ നമ്മൾ പറഞ്ഞില്ലേ, പാരന്റ്സ് നമ്മളെ ചെറുപ്പത്തിൽ എന്താകുന്നുണ്ട്, ചെറുപ്പം മുതലേ നമുക്ക് എന്താകുന്നു, നമ്മള് ഗൈഡായിട്ടില്ലേ, നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പെരുമാറാൻ പാടില്ല, ഇങ്ങനെ പെരുമാറണം, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണം, അങ്ങനെ അത്ര കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഫാമിലി, നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള എന്താണ് സോഷ്യൽ ഏജന്റ് അല്ലെ. സോഷ്യൽ ഏജന്റ് ആണ് സോഷ്യലൈസേഷന്റെ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് പിയേഴ്സ് നമുക്ക് അറിയാം എങ്ങനെയാണ് നമ്മുടെ സോഷ്യലൈസേഷനിൽ നമ്മുടെ പിയർ ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് വഹിക്കുന്നുള്ളത്. നമ്മളെന്താണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഒരു പർപ്പസിന്റെ പുറത്താണ് അല്ലെ. നമ്മളെല്ലാവരും ഒരു ഏജിലുള്ള ഒരേ പർപ്പസിന് പുറത്ത് വരുന്ന ആൾക്കാരാണ്. നമ്മൾ എന്താണ് ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എന്താണ് ഇവിടെ കോച്ചിങ്ങിന് വന്നു, നമ്മൾ എന്താണ് ഇവിടുന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നു, അതേമാതിരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുന്ന ഒരു ലേണിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിന് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചേഴ്സ് എത്രത്തോളം നമുക്കറിയാം സോഷ്യലൈസേഷനിൽ ഇമ്പോർട്ടന്റ് വഹിക്കുന്നത് എന്താണ്. എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ള മാതിരി എന്താണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മീൻസ് നമ്മൾ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ടീച്ചേഴ്സ് നമുക്ക് എത്രത്തോളം എന്ത് തരുന്നുണ്ട്, ടീച്ചേഴ്സ് സ്കൂളൊക്കെ അല്ലെ ഒരു ഫോർമൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എന്താണ് സ്കൂളുകളാണ് പഠിപ്പിച്ചിരുന്നത്. എഴുതി വെക്കപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇന്നത് എന്താണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ബുക്ക്, മൂവീസ് ആൻഡ് മീഡിയ നമുക്കറിയാം. നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും മൂവീസും മീഡിയാസും ഒക്കെ എന്താണ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ. ഈവൻ ഫേസ്ബുക്ക്, നമ്മുടെ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ഇൻസ്റ്റഗ്രാം, അത്തരം ഉള്ള കാര്യങ്ങളൊക്കെ അല്ലെ എന്താണ് നമ്മുടെ സോഷ്യലൈസേഷൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു അവിടുന്ന്. എന്താണ് എക്സ്പീരിയൻസസ് അല്ലെ. എക്സ്പീരിയൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോഷ്യലൈസേഷനിൽ. നമ്മൾ എന്താണ് ഒരു യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള എക്സ്പീരിയൻസസ് അതെന്താണ് നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇതിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്തൊരു ചലഞ്ചിങ്സ് അതൊക്കെ മറികടന്ന് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന പറഞ്ഞാൽ എന്താണ് സോഷ്യലൈസേഷന്റെ രാജ്യങ്ങളാണ്.
പിന്നെ റിലീജിയസ് പ്രാക്ടീസ് ആൻഡ് റിലീസ് അതൊക്കെ ഉണ്ടാവും. എന്താണ് നമ്മളെ റിലീജിയൻ, നമ്മളെ എന്താണ് നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നുള്ളത്. റിലീജിയൻസ് എന്താണ്, കുറെ റിലീജിയൻസിൽ ഇന്ന കാര്യങ്ങൾ, അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണ്, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യലൈസേഷന്റെ ഏജന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ സോഷ്യൽ ലേണിംഗിൽ വരുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതിന് നമ്മൾ എവിടെ നിന്നൊക്കെ പഠിക്കുന്നത്, അതൊക്കെ എന്താണ് സോഷ്യലൈസേഷന്റെ ഏജൻസ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, ഓക്കെ അല്ലേ? സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ എന്താണ് മരിക്കുന്ന അന്ന് വരെ എന്താണ് നമ്മൾ പഠിക്കുന്ന സോഷ്യൽ ലേണിംഗ് അല്ലെ. സോഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഓക്കെ ആണല്ലേ? ഓക്കെ ആണ്. ഓക്കെ 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 ആണ്. ഓക്കെ 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 ആണ്. ഓക്കെ ഓക്കെ അപ്പൊ സോഷ്യലൈസേഷൻ, ബാക്കിയുള്ളവർ എന്താണ് മെസ്സേജ് അയക്കും. എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ഒന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നന്നായിരുന്നു. ഓക്കെ 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 അഭിഷേക്, സെബാസ്റ്റ്യൻ, മുർഷിദ, മെഹജ ബിൻ മറിയം, അനിത, ട്രീസ, അഭിരാമി, ലിയ, സുനിൽ, അനിത ചാക്കോ, ഓക്കെ 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 ഫാത്തിമ, ഫിദ, ഓക്കെ. അപ്പൊ എന്താ നമുക്ക് ഓക്കെ അലീന, ഓക്കെ 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 ആണല്ലേ? അപ്പൊ നമ്മൾ എന്താക്കി, ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ എന്താക്കി, സോഷ്യലൈസേഷൻ നോക്കി, അതേമാതിരി നോംസ് നോക്കി, നോംസിൽ വരുന്ന നോംസിന്റെ ടൈപ്സ് നോക്കി അല്ലെ. നോംസിൽ എന്തൊക്കെയാ വരുന്നത് നോക്കി, അത് നോംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി, ഫോക്ക് വേസ്, മോർസ്, ജസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കും. പിന്നെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടന്റ് എത്രത്തോളം ഉണ്ട്, പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷനിലോട്ട് നമ്മൾ ഇനി പോകും. അപ്പൊ അതെന്തായിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നോക്കാം ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ. ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷനിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണുള്ളത്? പ്രൈമറി സോഷ്യലൈസേഷൻ അല്ലെ. ഈ പ്രൈമറി സോഷ്യലൈസേഷൻ എവിടെ നടക്കുക പ്രൈമറി സോഷ്യലൈസേഷന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എവിടെ? ഓക്കെ, ഫാമിലി അല്ലെ. ഓക്കെ, ഗുഡ്. ഫാമിലി, വെരി ഗുഡ്. ഫാമിലിയിലാണ് എന്താണ് പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. പ്രൈമറി സോഷ്യലൈസേഷൻ നമ്മുടെ ഫാമിലി നടക്കുക. എന്താണ് നമ്മൾ വളരെ ചെറുപ്പമായിട്ടിരിക്കുന്ന സമയത്താണ് എന്താക്കുക ഈ പ്രോസസ്സ് നടക്കുക. നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കുക. ഫാമിലിക്ക് എന്തുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് അല്ലെ. നമ്മളെ എന്താണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതിൽ, നമ്മൾ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നതിൽ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അപ്പൊ എന്താ പ്രൈമറി എന്ന് പറയുമ്പോൾ അവിടെയാണ് വരിക. സെക്കൻഡറി സോഷ്യലൈസേഷനിൽ എന്താ വരിക, പിന്നീടുള്ള ലേറ്റർ ലൈഫിൽ നമ്മുടെ എന്താണ് കുറച്ചും കൂടി മുതിർന്ന് എന്താണ് നമ്മുടെ സ്കൂള്, പെയർ ഗ്രൂപ്പ്, എന്താണ് വർക്ക് പ്ലേസസ്, മീഡിയ, അത്തരം കാര്യങ്ങൾ അല്ലെ. ഫാമിലി കഴിഞ്ഞ് എന്താണ് നമ്മുടെ സെക്കൻഡറി എന്ന് പറയുമ്പോൾ എന്താണ് ബാക്കിയുള്ള നമ്മുടെ സ്കൂള്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ. സ്കൂളിൽ നിന്ന്, അതേമാതിരി പെയർ ഗ്രൂപ്പ്സിന്, നമ്മളെ വർക്ക് പ്ലേസിൽ നിന്ന്, അല്ലെങ്കിൽ മീഡിയ, ബാക്കിയുള്ള ഏജൻസിന്ന് അല്ലെ, അവിടെ നിന്നൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് എന്ത് പറയാ നമ്മൾ സെക്കൻഡറി സോഷ്യലൈസേഷനിലോട്ട് വരാം. അപ്പൊ എന്താണ് പ്രൈമറി സോഷ്യലൈസേഷനിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ മാറി ഒന്നുകൂടി വലുതായി നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പൊ എന്താണ് അത്തരം കാര്യങ്ങൾ. പിന്നെന്താണ് നമുക്ക് അടുത്തത് എന്താ നോക്കാം. പിന്നെന്താണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ അല്ലെ. ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ആരെങ്കിലും പറയാൻ പറ്റുമോ? ഫ്യൂച്ചറിൽ നമ്മളിപ്പോ എന്തെങ്കിലും ആകുമല്ലോ, അപ്പൊ വേണ്ട ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, എന്തെങ്കിലും ജോബിലോ റോളിലേക്കോ പോകുമ്പോൾ വേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, അങ്ങനെ തന്നെ അല്ലേ, കറക്റ്റ് ആണ്. എക്സാക്ട്ലി. എന്താണ് നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാം. മീൻസ് എന്താണ് സിമിലർ എന്താണെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് ആർക്കെങ്കിലും ആംഡ് ഫോഴ്സിലോട്ട് പോകണം അല്ലെ, ആംഡ് ഫോഴ്സിലോട്ട് പോകണം, ഒരു പോലീസോ പട്ടാളോ ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിട്ടും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ NCCയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ട് എന്തായിരിക്കും ആ ഒരു കാര്യങ്ങൾ അവിടുത്തെ മീൻസ് ആ ഒരു ബിഹേവിയർ എന്തായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ മുന്നേ തന്നെ പഠിച്ചുകൊണ്ട് മീൻസ് അതിനുവേണ്ടി അപ്പം തന്നെ പ്രിപ്പയർ ചെയ്യില്ല. അതായത് ഭാവിയിൽ നടക്കാൻ മീൻസ് ഭാവിയിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അത് മുൻകൂട്ടി പഠിക്കുന്നതിനെയാണ് എന്ത് പറയാ, സോഷ്യലൈസേഷൻ, ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയാം അല്ലെ. മുൻകൂട്ടി കാര്യങ്ങൾ അതിനെന്താക്കുക, പഠിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു വക്കീലാവാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ എന്താക്കുക, ഒരു ഒരു വക്കീലിന്റെ ഒരു കുറെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ, ഒരു LLB പഠിക്കുന്ന ആള് അത്തരം കാര്യങ്ങൾ നമ്മൾ എന്താണ് ഭാവിയിൽ ഞാൻ ഇങ്ങനെ എന്താണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പൊ അത് മുൻകൂട്ടിയായിട്ട് എന്താക്കുക, അത്തരം കാര്യങ്ങൾ നേരത്തെ കാലത്ത് എന്താണ് പഠിക്കുന്ന ഒരു പ്രോസസ്സിന് വേണ്ടിയാണ് ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ എന്ന് പറയുക. പിന്നെ എന്താണ് റീസോഷ്യലൈസേഷൻ അല്ലെ, അഡാപ്റ്റിംഗ് ടു ന്യൂ നോംസ് ആൻഡ് വാല്യൂസ് ആഫ്റ്റർ സിഗ്നിഫിക്കന്റ് ലൈഫ് ചേഞ്ചസ്. അതായത് ലൈഫിൽ പെട്ടെന്ന് എന്താണ് നമ്മൾ ഒരു പുതിയ ഒരു നമ്മൾ എന്താണ് പുതിയ ഒരു ഇതിലേക്ക് മാറുകയാണ്. നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ഒരു ചിട്ടയിലോട്ട് മാറുകയാണ്. എന്താണ് ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ കാണാത്ത നമ്മളെ നോംസും വാല്യൂസും അതിനൊക്കെ വളരെ ഒരു എന്താണ് പുതിയൊരു കൾച്ചറിലോട്ട് അല്ലെ, പുതിയ കൾച്ചറിലോട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ എന്താ പറയുന്നത്, മിലിറ്ററി ജോയിൻസ് എന്നൊക്കെ പറയുന്നത് അല്ലെ, പട്ടാളത്തിൽ ജോയിൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പുതിയ കൾച്ചർ പെട്ടെന്ന് നമ്മൾ എന്താവുന്നത് വരുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താക്കി നമ്മൾ പ്രൈമറി സോഷ്യലൈസേഷൻ എന്താ നോക്കി, സെക്കൻഡറി നോക്കി, അതേമാതിരി ആന്റിസിപ്പേറ്ററി സോഷ്യലൈസേഷൻ നോക്കി, ആൻഡ് റീസോഷ്യലൈസേഷൻ നോക്കി. ഇതില് മെയിനായിട്ട് വരുന്നത് പ്രൈമറി സോഷ്യലൈസേഷൻ എന്താണ് ചിലപ്പോൾ ചോദിച്ചേക്കാം, മീൻസ് എന്താണ് ഇതിൽ ഏതാണ് നിങ്ങളുടെ പ്രൈമറി ആയിട്ട് വരുന്ന എന്താണ് സോഷ്യലൈസേഷന്റെ ഏജന്റ് ഉള്ളതിൽ അതിനെ ചോദിക്കും ഇതിന്റെ ഏജന്റ് ആരാന്നുള്ളത്. അപ്പൊ എന്താണ് ഫാമിലി ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ എന്താണ് വർക്ക് പ്ലേസസ് ഉണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ എന്തൊക്കെ പ്രൈമറി സോഷ്യൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇതിലൊക്കെ ഏത് സ്റ്റേജസിൽ എന്തൊക്കെയാണ് പറയുന്നത് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് എന്താ ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷനിലോട്ട് വരുമ്പോൾ അല്ലെ. പിന്നെന്താണ് നമ്മള് സ്റ്റേജസ് നോക്കുന്നില്ല, സോഷ്യലൈസേഷന്റെ ഡിഫറെന്റ് സ്റ്റേജസ് എന്താകുന്നുണ്ട് ഇനി നമ്മൾ നോക്കുന്നുണ്ട്. മീൻസ് മനസ്സിലാക്കി വെക്കും അതും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കി ഇനി സ്റ്റേജിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞ കാര്യം, എന്താ കണ്ടിന്യൂസ് പ്രോസസ് അല്ല, ലൈഫിൽ എന്തെന്നോ ഉടനീളമുള്ളത് അല്ലെ, നമ്മൾ ജനിച്ചന്ന് മുതൽ മരിക്കുന്നന്ന് വരെയുള്ളതാണ്. ഇതെന്താവുന്നുണ്ട് മീൻസ് നമ്മൾ പല സാഹചര്യങ്ങളിലൂടെയും എന്താണ് കടന്നു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് നമ്മളൊരു കുട്ടിയായെന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ നമ്മൾ ഒരേ റോളായിരിക്കും നമ്മൾ ചെയ്യാം, ഒരേ റോളായിരിക്കുമല്ലോ അല്ലെ. ഒരു ചെറുപ്പത്തില് നമുക്ക് എന്താണ് ഒരു കുട്ടിയായിരിക്കുന്ന നമുക്ക് എന്താണ് ഓരോ സമയത്തും അതേമാതിരി കുറച്ചങ്ങോട്ട് മുതിർന്ന് നമ്മളൊരു എന്താണ് അഡോളസൻസ് ഏജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളെ റോള് മാറും, നമ്മൾ കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കണം. പിന്നെ അതേമാതിരി കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഡോളസെന്റ് കഴിഞ്ഞൊരു എന്താണ് ഒരു യങ് അഡൽട്ട്ഹുഡിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അവിടുന്ന് കുറെ കാര്യങ്ങൾ പഠിക്കും. പിന്നെ എന്താ അവിടുന്ന് മാറി ഒരു അഡൽട്ട്ഹുഡിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ എന്താണ് മനസ്സിലാക്കണം. മീൻസ് ഇതൊക്കെ എന്താണ് നമ്മളെ മാറ്റങ്ങളാണ്, ഓരോ സ്റ്റേജിലൂടെ നമ്മൾ പോകുന്നത് അല്ലെ. പിന്നെ നമ്മളൊരു ഓൾഡ് ഏജിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എന്താണ് ഡിഫറെന്റ് എന്താണ് മീൻസ് ഓരോ സ്റ്റേജിലും ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കൂല. ഒരു കുട്ടിന്ന് അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റേജിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് സോഷ്യലൈസേഷന്റെ എന്താണ് സ്റ്റേജസ് ഒന്ന് നോക്കി വെക്കുകയാണ്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെയിനായിട്ട് എന്താണ് ഓറൽ സ്റ്റേജ്, ആനൽ സ്റ്റേജ്, ആൻഡ് ഒഡീപ്പൽ സ്റ്റേജ്, ആൻഡ് ഡോസൻ സ്റ്റേജ്. അപ്പം ബേസായിട്ട് ഇങ്ങനെ ജസ്റ്റ് സ്റ്റേജ് പറഞ്ഞു പോയതാണ്. ഇത് എന്താ നമുക്ക് പിന്നെ നോക്കാം, നല്ല ഡിഫറെന്റ് നോക്കാം. ഒഡിപിസ് ആൻഡ് എലക്ട്രോ കോമ്പസ് ഇതിലെ ടോപ്പിക്ക് വരാം. ഒഡിപിസ് ആൻഡ് എലക്ട്രോ കോമ്പസിലൂടെ നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് എന്താ ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എന്താണ് സൈക്കോസോഷ്യൽ സെക്ഷൽ സ്റ്റേജസ് ഉണ്ട്. യെസ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ എന്താണ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് അല്ലെ. അതെന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾക്ക് ഈ തിയറിയിൽ എന്താണ് പുള്ളിക്കാരൻ പറയുന്നതാണ് അല്ലെ. അപ്പൊ എന്താണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്താ പറയുന്നത് ഈ തിയറിയിലെ, നമ്മൾ എന്താണ് ഒരു മനുഷ്യൻ എന്ന രീതിക്ക് നമുക്ക് എന്താണ് നമ്മൾ ഡിഫറെന്റ് സ്റ്റേജിലൂടെ കടന്നു പോകും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ്
ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ആ ഡിഫറെന്റ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഡെവലപ്പായി വരുന്ന കാര്യങ്ങളാണ് പുള്ളി പറയുന്നത്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കുട്ടി എന്തായിരിക്കും ചെയ്യുക? മെയിനായിട്ട് നമുക്കറിയാം, നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ, അന്നേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ എന്തായിരിക്കും, മീൻസ് നമുക്കൊന്നും അറിയില്ല. നമ്മൾ എന്തായിരിക്കും ചിലപ്പം മൂത്രമൊഴിക്കുക, മീൻസ് കിടക്കപ്പായിലും മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. എന്താണ് നമുക്കൊന്നും അറിയില്ല. നമ്മളെ കെയർ ചെയ്യാൻ ആള് വേണം അല്ലെ? നമ്മുടെ മദർ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആരെയും നമ്മൾ കെയർ ചെയ്യണം. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല അവിടെ. അപ്പൊ നമ്മള് അവിടെ എന്താവുക, നമുക്ക് അവിടെ കിട്ടേണ്ട സാധനമാണ് ഈ മെയിൻ ആയിട്ട്. പിന്നെ ഓറൽ സ്റ്റേജ് ഉദ്ദേശിക്കുന്നത് ഇതിൽ എത്ര സ്റ്റേജുകൾ? 5 സ്റ്റേജസ് ഉണ്ട്. ഈ 5 സ്റ്റേജ് എന്താക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. അപ്പം ഈ 5 സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് എന്നുള്ളത് അതിന്റെ ഓർഡർ അനുസരിച്ച് പഠിക്കുക. ഈ 5 സ്റ്റേജസ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് എത്രേ ഉള്ളൂ, നമ്മൾ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും ഇന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകും. അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്താകുന്നത് പുള്ളി ഈ ഒരു ഇതിൽ പറയുന്നത്. അതെന്താന്ന് നമുക്ക് എന്താക്കാൻ നോക്കാം. ഈ ഓറൽ സ്റ്റേജിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ട് കുട്ടി മീൻസ് ഓറലായിട്ടുള്ള വായിലോട്ട് എന്ത് കിട്ടിയാലും കൊണ്ടുപോകും അല്ലെ? എന്ത് കിട്ടി കഴിഞ്ഞാലും വായിലോട്ട് കൊണ്ടുപോകും. മീൻസ് കുട്ടിക്ക് അറിയില്ല ഏതാണ് മീൻസ് ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ വായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണോ ഒന്നും അറിയില്ല. വിരല് സക്ക് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി ഒരു ഓറൽ പ്ലഷർ അല്ലെ? ആ ഒരു ഇതിലേക്കായിരിക്കും പുള്ളി കുട്ടി എപ്പോഴും ഫോക്കസ് ചെയ്യിക്കുക. ഓറൽ പ്ലഷർ മീൻസ് അതിലൂടെ ആയിരിക്കും പുള്ളി പ്രഷർ അന്വേഷിക്കുക. അപ്പൊ വായിലോട്ട് എന്തെങ്കിലും കൊണ്ടുപോകുക, വിരലിൽ സക്ക് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഏജിൽ നടക്കുന്നത്. പിന്നെന്താണ് ആനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് അല്ലെ? കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത് എന്തൊക്കെയാണ് കുട്ടി കൺട്രോൾ ചെയ്യാൻ പഠിക്കുക? മീൻസ് കുട്ടിയുടെ കാര്യങ്ങൾ കുട്ടി കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. അതായത് മെയിൻ ആയിട്ട് ആനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ടോയ്ലറ്റ് യൂസിങ് പഠിക്കുക. ടോയ്ലറ്റ് യൂസ് ചെയ്യുക, നമ്മളെ ബോൾസ് ആൻഡ് ബ്ലേഡർ ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിക്കുന്നത്. നമ്മൾ ഈ ഒരു ഓറൽ സ്റ്റേജിൽ ആകുമ്പോൾ എന്തായിരിക്കും കൺട്രോൾ ചെയ്യാറില്ല. കുട്ടിക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ബാത്റൂമിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പെട്ടെന്ന് കുട്ടി മൂത്രം ഒഴിക്കുക, അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കുട്ടിക്ക്. അപ്പൊ ഇവിടെ ഇശ്ശിലോട്ട് വരുമ്പോൾ പുള്ളി ഇത് കൺട്രോൾ ചെയ്യാൻ പഠിക്കും. എങ്ങനെയാണ് കൺട്രോൾ ഈ ബാത്റൂമിൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കൺട്രോൾ സമയത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു സമയം എങ്ങനെയാണെന്നൊന്നും ഉണ്ടാവില്ല. പുള്ളി തോന്നുന്ന സമയത്ത് മൂത്രമൊഴിക്കും അല്ലെങ്കിൽ അപ്പിയിടും, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവിടെ വരുമ്പോൾ ആനസ്റ്റേജിലോട്ട് വരുമ്പോൾ പുള്ളി ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ അല്ലെ? എങ്ങനെയാണ് ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എവിടുന്ന് പഠിക്കുകയാണ്. പിന്നെ ഫാലിക് സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോൾ ഫാലിക് സ്റ്റേജിലോട്ട് വരുമ്പോൾ ഐഡന്റിഫൈ ദി സെയിം സെക്സ് അല്ലെ? അതായത് മീൻസ് പുള്ളി ജെൻഡർ ഒക്കെ പഠിക്കാൻ, ഇങ്ങനെ ജെൻഡർ ഉണ്ട്, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ എന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ പുള്ളി അവിടെ പഠിച്ചെടുക്കുകയാണ് അല്ലെ? അവിടെ അതായത് ലാറ്റൻസി സ്റ്റേജിലോട്ട് വരുമ്പോൾ അവിടുന്ന് ഒന്ന് മാറി പുള്ളി അവിടുന്ന് ഒന്നുകൂടി മാറിയിട്ട് നമ്മുടെ ഒരു സോഷ്യലി ഒന്നും കൂടി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സ്കൂളിലോട്ടൊക്കെ പോയി ആ ഒരു ഇതിലോട്ട് എത്തുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ലാസ്റ്റിലെ സ്റ്റേജിലോട്ട് വരുന്നതാണ്. ലാസ്റ്റിലെ സ്റ്റേജിലോട്ട് വരുമ്പോൾ കുട്ടി മുതിർന്ന് കാര്യങ്ങള് എല്ലാം മനസ്സിലാക്കി അങ്ങോട്ട് ഒരു ലവ് എന്നൊക്കെ പറയുന്ന ഒരു ഇതിലോട്ടൊക്കെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പോകുന്നു. അപ്പം ഈ 5 സ്റ്റേജസ് ആണല്ലേ അല്ലെ? അപ്പൊ ഈ ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി ആനൽ സ്റ്റേജ്, പാലിക് സ്റ്റേജ്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ സ്റ്റേജ്. ഈ 5 സ്റ്റേജസ് എന്താ നിങ്ങൾ ഓർഡറിൽ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ് ഇതിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 5 സ്റ്റേജ് മനസ്സിലാക്കുക. പിന്നെ ഈ 5 സ്റ്റേജിലോട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നൊന്ന് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ഫാലിക് സ്റ്റേജിലോട്ട് വരുന്നതാണ് സെയിം സെക്സ് ജെൻഡർ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലെ? സെയിം സെക്സ് ഒഡിപിഎസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രാ കോംപ്ലക്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഒഡിപിഎസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്രാ കോംപ്ലക്സ് അല്ലെ? അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലെ, ബോയ്സ് ദി സൺസ് ആർ മോർ അട്രാക്റ്റഡ് ടു ദെയർ മദർ അല്ലെ? ഒഡിപിഎസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും അറിയോ ഒഡിപിഎസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മള് സാർ അത് ആൺകുട്ടികൾക്ക് അമ്മനോടുള്ള അടുപ്പല്ലേ? ഈ യെസ് യെസ്
ഇലക്ട്രോ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് പെൺകുട്ടിയൊക്കെ യെസ് കറക്റ്റ് ഇല്ല അഭിരാമി. അഭിരാമി പറഞ്ഞ എന്താണ് ഇമ്പോർട്ടന്റ്? അത് എന്താണ് എക്സാക്ട് ആൻസർ ആണ്. അതായത് ആൺകുട്ടികൾക്ക് എന്തായിരിക്കും ഈ ഫാലിക് സ്റ്റേജിൽ എന്താണ് അമ്മമാരോട് കൂടുതൽ എന്താണ് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും അല്ലെ, അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. ഇവിടെ എന്താണ് ഇലക്ട്രാ കോംപ്ലക്സിലോട്ട് വരുമ്പോൾ പെൺകുട്ടികൾ എന്തായിരിക്കും എന്താണ് ഓപ്പോസിറ്റ് സെക്സ് അച്ഛന്മാരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലെ, ഈ ഫോട്ടോയിൽ പറയുന്ന മാതിരി. അപ്പൊ എന്താണ് മീൻസ് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും അല്ലെ. എന്താ കോൺഫ്ലിക്റ്റ് വരിക? ആൺകുട്ടികൾ സ്വാഭാവികമായിട്ടും അമ്മമാരോട് ഇങ്ങനെ അറ്റാച്ച്ഡ് ഭയങ്കരമായിട്ട് ഇരിക്കുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് തോന്നും, അതായത് എന്താണ് അച്ഛന് ഇത് ഇഷ്ടപ്പെടൂലേ എന്നുള്ളൊക്കെ ഒരു എന്താ ഒരു സാധനം വരും. ആ ഒരു ഇതിനൊക്കെയാണ് നമ്മൾ ആ ഒരു ആൺകുട്ടികൾ എന്താണ് ആ സ്റ്റേജിൽ വരാവുന്ന കാര്യങ്ങൾ. അപ്പൊ എന്താണ് ആൺകുട്ടികൾ അമ്മമാരോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതിനാണ് നമ്മൾ ODPS കോംപ്ലക്സ് എന്ന് പറയാ. നേരെ ഓപ്പോസിറ്റ് എന്താണ് പെൺകുട്ടികള് അവരുടെ എന്താണ് അച്ഛന്മാരോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതിനാണ് ഇലക്ട്രാ കോംപ്ലക്സ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക, സിമ്പിൾ ആണ്. ODPS എന്താണ്, ഇലക്ട്രാ കോംപ്ലക്സ് എന്താണുള്ളത്. ഓക്കെ അല്ലേ ഇത്? ഓക്കെ ആണോ? ഓക്കെ ഗുഡ് ഓക്കെ ആണല്ലേ. അപ്പൊ എന്താണ് നമ്മൾ ഈ സ്റ്റേജസ് നോക്കി അല്ലെ. അപ്പൊ ഈ സ്റ്റേജസ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. പിന്നെ അതേമാതിരി ODPS ആൻഡ് ഇലക്ട്രാ കോംപ്ലക്സ് മനസ്സിലാക്കി വെക്കുക. അതാണ് ഇതിൽ ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പിന്നെന്താണ് നമ്മൾ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന തിയറി അല്ലെ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന തിയറി എന്താക്കുക നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇങ്ങനെയാണ് ഇതിപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്ന് പുള്ളി ഒരു വേറെ രീതിയിൽ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ് നമുക്ക് പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ നോക്കാം അല്ലെ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ എങ്ങനെയാണ് എറിക്സൺ കാര്യങ്ങൾ പറയുന്നത് നോക്കാം. അതായത് പുള്ളി പറയുന്നത് ഇൻഫാൻസി അല്ലെ. ഇൻഫാന്റ് അതായത് അന്നേ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ആ കുട്ടിക്ക് എന്ത് വേണം? കുട്ടിക്ക് എന്താ വേണ്ടത്? നമ്മൾ പറഞ്ഞ മാതിരി ബേസ് ആയിട്ട് എന്താ വേണ്ടി കുട്ടിക്ക്? നന്നേ ചെറിയ കുട്ടിയായിരിക്കും നമുക്ക് എന്താ വേണ്ടി? മീൻസ് ഒരു നന്നേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുട്ടിക്ക് ബേസ് ആയിട്ട് അവിടെ എന്താ നമ്മൾ കൊടുക്കുക? ബേസിക് ആയിട്ട് ട്രസ്റ്റ്. ഓക്കെ ഗുഡ്. ട്രസ്റ്റ് അല്ലേ ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കണം. എന്താണ് കുട്ടിയുടെ സെക്യൂരിറ്റി അല്ലെ, കുട്ടീനെ ആ ഒരു ഫീലിംഗ് കൊടുക്കും, കുട്ടി സുരക്ഷിതരാണെന്നുള്ള ഒരു ഫീലിംഗ് കൊടുക്കണം. അതല്ലാതെ എന്താണ് നമ്മളൊരു പാരന്റ്സ് എന്നുള്ള രീതിയിൽ കുട്ടിയെ തോന്നിയ സമയത്ത് തോന്നിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുട്ടി കരയുമ്പോൾ തിരിഞ്ഞു നോക്കാതെ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സംഭവം നമ്മൾ തീരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്താണ് ഭാവിയിൽ അത് റിഫ്ലക്ട് ചെയ്യാന്നാണ് എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് കുട്ടിക്ക് ആ ചെറുപ്പ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ബിൽഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവും? മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും അല്ലെ. മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും? അവിടെ സ്വാഭാവികമായിട്ടും എന്താണ് കുട്ടിക്ക് ഭാവിയിൽ എന്തായിരിക്കും ഒന്നിനോട് ഒരു ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. അപ്പൊ എന്താണ് പുള്ളിക്കാരൻ പറയുന്നത്? എന്താണ് ചെറുപ്പത്തിൽ കുട്ടികൾക്ക് എന്താണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കുക, കുട്ടീനെ കാര്യങ്ങൾ നോക്കുക, പ്രോപ്പറായിട്ട് നോക്കുക. അപ്പൊ അത്തരം കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ്. അങ്ങനെയാണ് പുള്ളി പറയുന്നത്. പിന്നെന്താണ് ഈ ടോഡ്ലർ ഏർലി ചൈൽഡ്ഹുഡ് അല്ലെ, നമ്മളെ തുടക്കം. അതായത് എന്താണ് നമ്മൾ എന്തിലോട്ട് വരും? ഈ സമയത്ത് നമ്മൾ എന്തിലോട്ട് വരും? ഒരു 3 വയസ്സ് വരെയൊക്കെ എന്തായിരിക്കും കുട്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനും അതല്ലെങ്കിൽ എന്താണ് സെൽഫ് കൺട്രോൾ ഒക്കെ തുടങ്ങും അല്ലെ. അപ്പൊ എന്താണ് കുട്ടി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ എന്താക്കുക, അതിന് കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക. അത് ആ സമയത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും കുട്ടിക്ക് പിന്നീട് വരുമ്പോൾ എന്തായിരിക്കും കാര്യങ്ങൾ കുട്ടി ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണോ, അങ്ങനെ ഒരു എന്തായിരിക്കും ഷെയിം ആൻഡ് എന്ത് വരും? ഷെയിം ആൻഡ് ഡൗട്ട് വരും അല്ലെ. ഷെയിം ആൻഡ് ഡൗട്ട് വരും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. പിന്നെന്താണ് ഒരു പ്രീ സ്കൂളർ, അതായത് ഒരു പ്ലേ ഏജ് അല്ലെ. ഒരു പ്ലേ ഏജിലോട്ടൊക്കെ വരുമ്പോ എന്തായിരിക്കും? പ്ലേ ഏജിലോട്ടൊക്കെ വരുമ്പോ എന്തായിരിക്കും കുട്ടിക്ക്? സ്വാഭാവികമായിട്ടും കുട്ടി എന്താണ് വീട്ടിൽ നിന്നൊക്കെ വിട്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി, എന്താണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് എന്തായിരിക്കും ഒന്ന് കമ്പനി ആയി, എന്താണ് അവിടെ കളിക്കാൻ പോവാ, നമുക്ക് അവിടെ കളിക്കാം, ഇവിടെ ഇങ്ങനെ കളിക്കാം, അത് കളിക്കാം എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താണ് കുട്ടികൾ അങ്ങനെയൊക്കെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ മാറുന്നല്ലേ. അപ്പൊ എന്താണ് ആ സമയത്ത് കുട്ടികളെ എന്താണ് അങ്ങനെ ഒരു പ്ലേജിൽ എന്താണ് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു
സപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ പിന്നീട് കുട്ടികൾക്ക് എന്തായിരിക്കും അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഗിൽട്ട് ഫീലിംഗ് വരും, ഒരു ഗിൽട്ട് സംതിങ് വരും എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെന്താണ് പിന്നെ നമ്മൾ വരുമ്പോൾ എന്താണ് ഇതിലോട്ട് വരുമ്പോൾ എന്താണ് സ്കൂൾ ഏജ് അല്ലെ, സ്കൂൾ ഗ്രേഡ്, അതായത് സ്കൂൾ ഏജിലോട്ട് വരുമ്പോൾ എങ്ങനെയാ വരിക? സ്കൂൾ ഏജിലോട്ട് വരുമ്പോൾ എന്താണ് സ്കൂൾ ഏജിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് സ്കൂളിൽ ഫ്രണ്ട്സ് ആയി കാര്യങ്ങൾ പഠിക്കുന്ന ഒന്നും കൂടി സോഷ്യലൈസ് ആവുന്ന അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ സ്കൂൾ ഏജിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും, ഓരോ കാര്യങ്ങൾ ചെയ്യും, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ എന്ത് വരും? ഇൻഫീരിയറിറ്റി വരുന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ അതേമാതിരി എന്താണ് നമ്മൾ ഒരു അഡോളസെൻസ് അല്ലെ, അഡോളസെൻസ് ഏജിലോട്ട്, അതായത് ടീനേജിലോട്ട് വരുമ്പോൾ നമുക്ക് അറിയാം എന്താണ് നമ്മളൊരു ഒരു ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയം അല്ലെ. അതായത് കുട്ടിയുമല്ല എന്നാലും നമ്മളൊരു മുതിർന്ന ആളുമല്ല. പക്ഷെ നമ്മൾ എന്തായിരിക്കും രണ്ടുമാരും പെരുമാറും. അതായത് ഒരു കുട്ടിയുമാരും പെരുമാറും, അതായത് മുതിർന്ന ആളുമാരും നമ്മൾ പെരുമാറാൻ ശ്രമിക്കും. മീൻസ് അവിടെ നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്, എന്തൊക്കെ ചെയ്യാം, ഞാൻ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്, എങ്ങനെ, നമുക്കൊരു കൺഫ്യൂസ്ഡ് വരും അല്ലെ, റോൾ കൺഫ്യൂഷൻ വരും അവിടെ. അതായത് ഞാൻ ചെയ്യുന്നത് ഓക്കെ ആണോ, അതായത് നമുക്കൊരു ഒരു ഒരു ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു അംഗീകാരം കിട്ടൂല. മീൻസ് എന്താണ് നമ്മളൊരു കുട്ടിയായിട്ട് ചിലപ്പോൾ ആൾക്കാർ എന്താണ് കാണും, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മളെ ഇതാക്കൂല, അംഗീകരിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഒരു റോൾ കൺഫ്യൂഷൻ, ഒരു ഐഡന്റിറ്റി വരും അല്ലെ. ഒരു ഐഡന്റിറ്റി എന്താണ് ഒരു പ്രശ്നം വരും അവിടെ. അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ പറയുക ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ. ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആ സമയത്ത് നമുക്ക് എന്താക്കും, ഉടലെടുക്കും. മീൻസ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ആണോ, എന്താണ് ഇതിനിപ്പോ ഞാൻ ചെയ്യുന്നത് കുട്ടികളെ കാര്യമാണോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ്. അപ്പൊ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ വരും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റോൾ കൺഫ്യൂഷൻ, ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് യങ് അഡൾട്ട്ഹുഡിൽ സ്വാഭാവികമായിട്ടും യങ് അഡൾട്ട്ഹുഡിൽ കിട്ടേണ്ട കാര്യങ്ങൾ എന്താണ് ഒരു ഇന്റിമസി, ഒരു പാർട്ട്ണർ, ഒരു ലവ് റിലേഷൻഷിപ്പ്, അത്തരം കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ഒരു ഐസൊലേഷൻ, പിന്നീടുള്ള ഒരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്ന മാതിരിയുള്ള സ്റ്റെപ്പിലോട്ട് പോകുന്നതാണ് പറയുന്നത്. പിന്നെന്താണ് ലാസ്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് നോക്കേണ്ടത്, ലാസ്റ്റിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മുടെ അഡൾട്ട്ഹുഡ് അല്ലെ. അഡൾട്ട്ഹുഡിലോട്ടൊക്കെ വരുമ്പോൾ എന്താണ് അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ അടുത്ത ജനറേഷൻ അല്ലെ. നമ്മൾ അഡൾട്ട്ഹുഡിലോട്ട് വരുമ്പോൾ എന്താണ് അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ഫാദേഴ്സ് അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ജനറേഷനെ ഫീഡ് ചെയ്യുക, അവരെ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് അത് എന്താണ് അഡൾട്ട്ഹുഡിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ എന്താണ് അവിടെ അങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന അല്ലെ, സ്റ്റാഗ്നേഷൻ, അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നതായി എന്തായിരിക്കും ഫീൽ ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, നമുക്ക് മക്കളെ ഇതാക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അവിടെ സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെന്താണ് ഓൾഡ് ഏജിലോട്ട് വരുമ്പോൾ എന്താണ് ഒരു മനുഷ്യന് എന്തായിരിക്കും ഇന്റഗ്രിറ്റി ഓർ ഡിസ്പെയർ അല്ലെ. എല്ലാ കാര്യങ്ങളും ചെയ്തു, അതായത് ഞാൻ എന്താണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചു, മക്കളെ എന്താണ് വേണ്ട രീതിയിൽ നോക്കി, ജോലി ചെയ്തു, അവർക്ക് ജോലിയായി, അവർ ഫാമിലിയായി, എന്താണ് എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, എൻ്റെ കടമകൾ ഞാൻ നിറവേറ്റിയെന്ന് ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സമയം അല്ലെ. എന്താണ് അവർക്ക് മക്കളായി, പേരമക്കളായി, നമുക്കറിയാം നമ്മുടെ അച്ഛനും വളരെ സീരിയസ് ആയി നിന്നിട്ടുണ്ടാവും. മീൻസ് നമ്മുടെ ഇതൊക്കെ ഭയങ്കര നമ്മുടെ എന്താണ് സീരിയസ് ആയിട്ട് നിന്നുകൊണ്ട് പേരക്കുട്ടികളോടൊക്കെ ഭയങ്കര ജോളിയായിട്ട് എന്താണ് കമ്പനി അടിച്ച്, അതായത് നമ്മൾ പറയില്ല എന്താണ് ഇപ്പം പണ്ട് വീടിനെ വിറപ്പിച്ച ആളായിരുന്നു ഇപ്പൊ വണ്ടിയിലെ എന്താണ് എന്താണ് ഭയങ്കര ജോളിയായിട്ട് പേരക്കുട്ടികളൊക്കെ ആയിട്ട് ട്രാൻസ്ജെൻഡറൊക്കെ ആയിട്ട് ഭയങ്കര ജോലിയായിട്ട് നിൽക്കുന്നത്. മീൻസ് അവർ ആ സമയത്ത് എന്താണ് അവർ കുറെ കാര്യങ്ങൾ ലൈഫിൽ ചെയ്തു അല്ലെ. അവർ എന്താണ് ഫാമിലിക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തു, ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷന് അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അല്ലെങ്കിൽ എന്താണ് അതൊന്നും ചെയ്യാതെ ഇതൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു ഇത് ഫീൽ വരുന്നത് എന്താണ് ഒരു കുറ്റബോധം, അത്തരം കാര്യങ്ങൾ ഭയങ്കര ഡിസ്പയർ ആയിട്ട് നിൽക്കുന്ന ഒരു അല്ലെ, അത്തരം കാര്യങ്ങൾ ഒരു ആ സ്റ്റേജിൽ എത്തുന്ന കാര്യങ്ങൾ. എന്താണ് നമ്മൾ ഈ സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ സോഷ്യല് ജസ്റ്റ് പറഞ്ഞു പോയതാണ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ സ്റ്റേജസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. ഇതിലെന്താണ് അപ്പം ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താണ് ഇത് എന്നുള്ളത്. പിന്നെ അതേമാതിരി എന്താണ് നമ്മൾ പറഞ്ഞ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ 5 സ്റ്റേജസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ ഓറൽ, ആനൽ, ഫാലിക് ലെറ്റൻസ്, ജെനിറ്റൽ. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്താക്കേണ്ടത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് ഓക്കെ അല്ലേ? ഇപ്പൊ ലാസ്റ്റ് എടുത്തത് എന്താണ്, ഓക്കെ അല്ലേ? ഇതുവരെയൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോഷ്യലൈസേഷന്, നീഡ്സ്, കാര്യങ്ങൾ എന്താക്കി, നോംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്.
ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടന്നാലോ? എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഓക്കെ ആണ് സാർ അല്ലേ? നമുക്ക് എന്താണ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്, നോംസ് എന്താന്ന് മനസ്സിലാക്കി. നമുക്കൊന്ന് ഓടിച്ചിട്ട് നോക്കാം നമ്മൾ എന്തൊക്കെയാണെന്ന് കവർ ചെയ്ത് ഓടിച്ചിട്ട് നോക്കട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എന്താണെന്നുള്ളത്, നോംസ് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ? നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യലി എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് അല്ലെ? അതിനാണ് നോംസ് എന്ന് പറയുക. എന്താണ് ടൈപ്സ് ഓഫ് നോംസ് നോക്കി. പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ഫോർമൽ എഴുതി വെക്കപ്പെട്ടുള്ളത്. ഇൻഫോർമൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കിയിട്ട് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതിന്റെ ഫോക്ക് ബേസ് എന്താ നോക്കി. ഫോക്ക് ബേസ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് നോംസിൽ വരുന്ന തന്നെയാണ് അല്ലെ? അതൊരു നാട്ടു നടപ്പിൽ നമ്മൾ എന്താ സ്വാഭാവികമായിട്ടും എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ എണീച്ച് നിൽക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ. അതേമാതിരി എന്താണ് വളരെ മോറൽ എന്ന് പറയുമ്പോൾ മൊറാലിറ്റി അല്ലെ? മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ? അത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ മോറൽസ് എന്ന് പറയുന്നത്. എന്താണ് മുതിർന്ന പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ നോക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. കസ്റ്റംസ് പറഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത്, കാര്യങ്ങളൊക്കെ എന്താണ് ഈ കസ്റ്റംസിനായിട്ട് വരുന്നതാണ്. പിന്നെന്താണ് വാല്യൂസ് നമ്മൾ നോക്കി. വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി. നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന എല്ലാ കാര്യം എന്താണ് വാല്യൂ ആയിട്ട് വരും. ലവ് എന്താണ് ഹോണസ്റ്റി, കൈൻഡ്നസ്, അത്തരം കാര്യങ്ങളൊക്കെ എന്താക്കി ഡിസ്കസ് ചെയ്ത്. പിന്നെ എന്താണ് ടൈപ്സ് ഓഫ് വാല്യൂസ് നോക്കി അല്ലെ? ഡോമിനന്റ് വാല്യൂസ് നോക്കി, അതിന് വേരിയന്റ് വാല്യൂസ് നോക്കി, ഇൻസ്റ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കവർ ചെയ്ത് പോകുന്നു. പിന്നെ എന്താണ് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് നോക്കി അല്ലെ? ഹൈറാർക്കി ഓഫ് നീഡ്സ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായാലും ഇത് എന്താണ് ഷുവറായിട്ട് ഇങ്ങനെ ഒരു എന്താണ് പ്രോപ്പറായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. എന്താണ് ഇയർ മനസ്സിലാക്കുക, ഏത് ബുക്കിലാണ് പുള്ളി ഏത് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക. ഈ ഹൈറാർക്കി സ്ട്രക്ചറിന്റെ ഓർഡർ മനസ്സിലാക്കി വെക്കുക. ഓരോ എന്താണ് സ്റ്റേജസിലും എന്തൊക്കെയാണ് പുള്ളി പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ബേസിക് നീഡ്, എന്താണ് ഫിസിയോളജിക്കൽ നീഡ്, സെൽഫ് ഫുൾഫിൽമെന്റ് അല്ലെ? അത് ഇതിനെ മൂന്നായിട്ട് ഭാഗം തിരിച്ചിട്ടുണ്ട്. ഈ മൂന്നെണ്ണത്തിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ് മെയിനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. പിന്നെന്താണ് പിന്നെ 3 നീഡ്സും കൂടി പുള്ളി ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ അതും എന്താക്കി നിങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആസ്തെറ്റിക് നീഡ്സ് ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ്. അതും ഒന്ന് നിങ്ങൾ എന്താക്കുക പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കുക. ഈ 5 കൂടി പഠിച്ചതിന് 3 കൂടി ആഡ് ചെയ്താൽ മതി. അത് എവിടെയാണ് വരുന്നത് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അത്തരം കാര്യങ്ങൾ. പിന്നെ നമ്മൾ സോഷ്യലൈസേഷനിലോട്ട് പോയി അല്ലെ? സോഷ്യലൈസേഷൻ എന്താണ് പ്രോസസ്സ് മനസ്സിലാക്കിയ ഒരു കുട്ടി ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന അന്ന് വരെ പഠിക്കുന്ന സോഷ്യൽ ലേണിംഗ് പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുക അല്ലെ? നമ്മുടെ വാല്യൂസ്, ബിഹേവിയർ മീൻസ് ഇത്തരം കാര്യങ്ങളൊക്കെ മീൻസ് വാല്യൂസ്, നോംസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബിഹേവിയേഴ്സ്, അത്ര എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല ഏജൻസീസും പഠിക്കുന്നുണ്ട് അല്ലെ? പല ഏജൻസീസും ജനിച്ചന്ന് ഫാമിലി, പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് സ്കൂള്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, എന്താണ് നമ്മുടെ വർക്ക് പ്ലേസ്, നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കുന്നത്, പിന്നെ അവിടുത്തെ ഫ്രണ്ട്സിനായിട്ട് പഠിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഡിഫറെന്റ് സ്റ്റേജിൽ എന്തായിട്ടും പല കാര്യങ്ങൾ എന്തായിരിക്കും നമ്മൾ പഠിക്കും. അങ്ങനെ നമ്മൾ എന്താണ് അവസാനം വരെ പഠിക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയും അല്ലെ? അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കി, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട കാര്യങ്ങൾ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്, കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. നമ്മളതൊക്കെ നമുക്ക് എന്താണ് നമ്മളോട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ. പിന്നെ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ, പ്രൈമറി ഏജന്റ് ആരാണ്? പ്രൈമറി ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സ്, ഫാമിലി അല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈമറി ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ ആരാണ്? നമ്മുടെ ഫാമിലി ആണ് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ നോക്കി. പ്രൈമറി സോഷ്യലൈസേഷൻ, സെക്കൻഡറി, ആന്റിസിപ്പേറ്ററി, റീസോഷ്യലൈസേഷൻ നോക്കി. സ്റ്റേജസ് നോക്കി അല്ലെ? മെയിൻ ആയിട്ടുള്ള സ്റ്റേജസ് നമ്മൾ നോക്കി. പിന്നെ ഒഡിപിഎസ് ആൻഡ് എന്താണ് ഇലക്ട്രാ കോംപ്ലക്സ് നോക്കി. പിന്നെ എന്താണ് സിഗ്മ ഫ്രോയിഡിന്റെ സ്റ്റേജസ് നോക്കി അല്ലെ? അത് നോക്കി. പിന്നെ എന്താണ് എറിക്സന്റെ എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ സ്റ്റേജസ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം അല്ലെ? കടക്കല്ലേ എല്ലാവരും? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നേരെ കടക്കാം. കടക്കല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ്. ഓക്കെ 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 മുർഷിദ. ഓക്കെ ഓക്കെ ഓക്കെടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എന്താട്ടാ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം. എന്താണ് നമ്മൾ പഠിച്ചത് ബേസ് ആയിട്ടുള്ള എന്താ നമുക്ക് നോക്കാം.
Yes. Which of the following is an example of primary socialization? Learning how to behave at work from colleges, be acquiring table manners and language skills from parents, preparing for future career through internship, adapting a new cultural norms after moving to another country. ഏതാണ് ഇതിൽ പ്രൈമറി സോഷ്യലൈസേഷൻ ആയിട്ട് വരുന്നത്? ഓക്കെ 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 എന്തായിരിക്കും പ്രൈമറി ആയിട്ട് വരിക? ബി 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 യെസ് 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 യെസ്. എല്ലാവരും മെസ്സേജ് ആയിക്കോട്ടെ, എന്താണ് ആൻസർ പ്രോപ്പറായിട്ട്. എല്ലാവരും നിങ്ങൾക്ക് എന്താണ് ആൻസർ ആയിട്ട് തോന്നുന്നത് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഇടുക. ബി അല്ലേ? അപ്പൊ എല്ലാവരും പറയുന്നത് എന്താണ്? പ്രൈമറി സോഷ്യലൈസേഷൻ ആയിട്ട് വരുന്നത് എന്താണ്? ബി ആണെന്നല്ല പറയുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ബി ആണല്ലേ. ടേബിൾ മാനേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷൻ എവിടെ നടക്കുന്നത്? നമ്മളെ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന്, മീൻസ് നമ്മുടെ ഫാമിലി നിന്നാണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ്? മീൻസ് നമ്മൾ സ്കിൽസും വാല്യൂസും നമ്മുടെ ബിഹേവിയർ എന്തൊക്കെ ചെയ്യാം അതൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? പ്രൈമറി ആയിട്ട് പഠിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് അല്ലേ. എന്താണ് ലാംഗ്വേജ് പഠിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഈ സ്റ്റേജിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജന്റ് എന്നുള്ള രീതിയിൽ പ്രൈമറി എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഫാമിലി. അപ്പൊ ആൻസർ ബി തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യെസ്. According to Maslow's hierarchy of needs, which of the following represents a physiological need? Friendship and belongingness, financial security, access to food and water, recognition or self-esteem. Yes. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ അത് മാസ്ലോയുടെ തിയറി. ഞാൻ പറയുന്നതായിരുന്നു നമ്മൾ കാര്യങ്ങൾ എന്താ മാസ്ലോയുടെ IR ബുക്ക് കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്താണ് മാസ്ലോയുടെ ഹൈറാർക്കി തന്നെ പഠിക്കുക. ഹൈറാർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് ആൻസർ? സി 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 ഓക്കെ സി സി സി. എല്ലാവരും സി ആലേ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും സി വരുന്നത്? മീൻസ് ആ സ്റ്റേജിൽ എന്താണ് മീറ്റ് ചെയ്യേണ്ടത്? ഫിസിയോളജിക്കൽ മീൻസ് ആർക്കും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് മീൻസ് ആൻസറിന്റെ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? ബേസിക് നീഡ് ആയതുകൊണ്ട്. ബേസിക് നീഡ് അല്ലേ. ഗുഡ്. ബേസിക് നീഡ് ആയതുകൊണ്ടല്ലേ. നമുക്ക് എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്ലോയുടെ ഹൈറാർക്കി തിയറി നോക്കിയപ്പോൾ ബേസിക് നീഡിൽ വരുന്നതാണ് എന്ത്? നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അല്ലേ. ഫുഡ് അതേമാതിരി എന്താണ് നമ്മളെ പാർപ്പിടം അത്തരം കാര്യങ്ങളൊക്കെ ഇതായിരുന്നു അല്ലേ. നമുക്ക് ബേസിക് നീഡ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് വരുന്നുണ്ട്, ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ എന്താണ് ഫുഡ് വാട്ടർ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ബേസിക് നീഡ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേമാതിരി നമ്മൾ ഓരോ സ്റ്റേജസിന്റെ എന്താ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഓരോ സ്റ്റേജസിന്റെയും ഇത് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഇത് ഏത് സ്റ്റേജ് ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താക്കുക ഈ സ്റ്റേജസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദി ഇലക്ട്ര കോംപ്ലക്സ് ആൻഡ് ODPS complex? The Electra complex refers to a girl's desire for her mother's approval, while ODPS complex refers to a boy's attraction to his father. B. The Electra complex involves a girl's attraction to her father, while ODPS complex involves a boy's attraction to his mother. C വരുമ്പോൾ ബോത്ത് പറയുന്നുണ്ട്. ഡി വരുമ്പോൾ എന്താണ് ഇലക്ട്ര കോംപ്ലക്സ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു ബോയ്സ് ആൻഡ് ODPS കോംപ്ലക്സ് ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു ഗേൾസ് അല്ലേ. എന്താണ് ആൻസർ എന്തായിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓപ്ഷൻ ബി 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 ബി. ഓക്കെ, ഓപ്ഷൻ ബി അല്ലേ. ഓക്കെ, നോക്കാം ഓപ്ഷൻ ഏതാന്ന് നോക്കല്ലേ.
ഓപ്ഷൻ ബി അല്ലേ? ഇലക്ട്ര കോംപ്ലക്സ് എന്താ നമ്മൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്താണ് ഗേൾസിന് എന്താണ് ഓപ്പോസിറ്റ് സെക്സ് ഫാദറിനോട് എന്താണ് കൂടുതൽ അറ്റാച്ച്മെന്റ് വരുന്നത്, അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നതിനാണ് നമ്മൾ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ബോയ്സിന് നേരെ ഓപ്പോസിറ്റ് മദേഴ്സിനോട് തോന്നുന്ന ഒരു അട്രാക്ഷനെയാണ് എന്ത് പറയാ ODPS കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് കറക്റ്റ് ആൻസർ ആണ്. അപ്പം ഈ ഇലക്ട്ര ഈ ഇതിലോട്ട് വരുമ്പോൾ നമ്മൾ എന്താക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ടും മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇലക്ട്ര കോംപ്ലക്സും ODPS കോംപ്ലക്സിനെ കുറിച്ചും. അപ്പൊ എന്താ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക അല്ലെ? ആൻസറിന്റെ കറക്റ്റ് ആണ്. യെസ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് correctly lists the stages of Maslow's hierarchy of needs from the most basic to highest? Yes. ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഫസ്റ്റ് വരിക. ഓക്കെ 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 സേഫ്റ്റി, ഫിസിയോളജിക്കൽ നീഡ്സ്, എസ്റ്റീം, ലവ്, ബിലോങ്ങിങ്, സെൽഫ് ആക്ച്വലൈസേഷൻ. യെസ്, ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് നീഡ്സ്. ഓക്കെ ബി അല്ലേ? ഓക്കെ, അത് ആൻസർ നോക്കാം. ആൻസർ ബി അല്ലേ? കറക്റ്റ് ആണ്. നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റേജസ് പഠിക്കുക എന്നുള്ളത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ്, പിന്നെന്താണ് സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്ങിങ്, സെൻസ് സ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ആ സ്റ്റേജസ് എന്താക്കുക, അതിന്റെ ഓർഡറിൽ പഠിച്ചു വെക്കുക. അത്തരം കാര്യങ്ങൾ എന്താക്കുക പ്രോപ്പറായിട്ട് ചെയ്യുക. അതും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ നോം? A person smiling when greeting others, a person experiencing emotions such as sadness and or happiness, a person developing personal and preference in food, a person choosing a career path based on എന്താണ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. എന്താണ് നോംസിൽ പറയുന്നത്? എക്സാമ്പിൾ ഓഫ് നോംസ് ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? സാഡ്നെസ്സും ഹാപ്പിനെസ് ഒക്കെ എന്താണ് നോംസിൽ വരുമോ? നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, അതൊക്കെ നോംസിലായിട്ട് വരുമോ? പേഴ്സണൽ ഇൻട്രസ്റ്റ് നോംസിലായിട്ട് വരുമോ? ഏതായിരിക്കും നോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നല്ലേ നോംസിൽ പറഞ്ഞാൽ. അതിൽ വരുന്നതാണ് ഫോക്ക് ബേസ്, പിന്നെ അതേമാതിരി എന്താണ് കസ്റ്റംസ് ഒക്കെ അതിൽ വരുന്നതാ, നോംസിൽ വരുന്നതാ. കസ്റ്റംസ് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരാളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നമ്മൾ എന്താണ് എന്തൊക്കെ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ജസ്റ്റ് കൈ കൊടുക്കുന്നതായിരിക്കാം, ഹാൻഡ് ഷേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളിനെ കണ്ടിട്ടൊന്ന് ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പറയുന്ന മാതിരി എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് സെറ്റ്. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ ആണ്. എന്താണ് നമുക്ക് നോക്കാം ആൻസർ എന്താ നോക്കാം. ഓപ്ഷൻ എ അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല ഇതിന്റെ ഭാഗമാണ് ഇത്. ഓപ്ഷൻ എ വരുന്ന കസ്റ്റംസിന്റെ ഭാഗം അല്ലെ? നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒന്ന് എന്താണ് ഇതാക്കുന്നതൊക്കെ എന്താണ് നമ്മുടെ നോംസിൽ വരുന്നതാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്താ ഉള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് ഈ ടോപ്പിക്കിൽ എന്തായിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ നോക്കി? നോംസ് എന്താ നോക്കി, ഫോക്ക് ബേസ്, നോംസിന്റെ ഭാഗമായിട്ട് വരുന്ന ഫോക്ക് ബേസ്, പിന്നെ അതേമാതിരി മോർസ്, വാല്യൂസ്, പിന്നെ സോഷ്യലൈസേഷൻ നോക്കി, പിന്നെ അതേമാതിരി നീഡ്സ് നോക്കി അല്ലെ? മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡ്സ് നോക്കി, എറിക്സന്റെ ജസ്റ്റ് തിയറീസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും എന്താവുക പ്രോപ്പറായിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്താണ് ഇപ്പം ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ നന്നായിട്ട് റിവിഷൻ എടുക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് കാര്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ മറന്നു പോകും. അതേമാതിരി കഴിയുന്ന പരമാവധി എന്താവുക മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ട് കുറെ പഠിച്ച് ഇതാക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ എക്സാം എന്താണ് എഴുതി എന്താണ് എക്സ്പീരിയൻസ് നമ്മളിപ്പം തന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളും എഴുതി ഉണ്ടാക്കണം. അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ എക്സാം കുറെ കാര്യം പഠിച്ച് നമുക്കൊരു ആ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു കുറവുണ്ടായിരിക്കും. മീൻസ് എക്സാം എഴുതിയിട്ടില്ല, മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അടിക്കുക. നമ്മൾ അടുത്ത വീക്ക്ലി ടെസ്റ്റ് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്താണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് നമുക്ക് വീക്ക്ലി ടെസ്റ്റ് നാളെ ഉണ്ടാവില്ലേ? അപ്പം എന്താണ് ഇപ്പം ഇതുവരെ എടുത്തുള്ള ടോപ്പിക്സ് എന്താക്കുക ക്വസ്റ്റ്യൻസ് മാക്സിമം നല്ല ഇതിൽ മാർക്ക് സ്കോർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അത്തരം കാര്യങ്ങളൊക്കെയാണ് എടുക്കാനുള്ളത്. മൊത്തത്തില് എന്താണ് എല്ലാവരും എന്താണ് ഓക്കെ അല്ലേ?
ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതുവരെ എടുത്തതിലും എല്ലാം ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വേറെ എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ അടുത്ത ടോപ്പിക്കുമായിട്ട് ഡിസ്കസ് ചെയ്തതിൽ എന്താണ് ഓക്കെ അല്ലേ? എന്താണ് ഓക്കെ? അപ്പൊ എന്താ എല്ലാവരും പഠിക്കുക. അപ്പൊ ഗുഡ് നൈറ്റ്.